الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على السلام حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. जैसा कि आप जानते हैं गुज़श्ता चंद हफ्ते കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഞാൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ സന്ദർശനത്തിലായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. സന്ദർശന വേളകളിൽ വർഷിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മടങ്ങി വന്നതിനു ശേഷം പരാമർശിക്കുക എന്നത് എന്റെ രീതിയാണ്. അതിനാൽ ഇന്ന് സംക്ഷിപ്തമായി തൽസംബന്ധമായ റിപ്പോർട്ട് ഞാൻ പരാമർശിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുകയും അതിന്റെ പരമസീമയെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് അസാധ്യമാണ്. കാരണം അനുഗ്രഹങ്ങളുടെ സീമയെ സ്പർശിക്കുകയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ അള്ളാഹു നമ്മുടെ ഈ തെറ്റിദ്ധാരണയെ ദൂരീകരിക്കുന്നതിനായി സംവിധാനങ്ങൾ തയ്യാറാക്കുന്നു. നിങ്ങൾ അനവധി അനുഗ്രഹങ്ങളായി ഗണിച്ചവ കേവലം ആരംഭം മാത്രമാണെന്ന് മനസ്സിലാകുന്നു. ഇനി നാം ഒരു പടി മുന്നോട്ട് നീങ്ങുകയാണ് എന്നും പറയുന്നു. അതിനാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുകയും അതിന്റെ പരമസീമയെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് മനുഷ്യ കഴിവുകൾക്കതീതമാകുന്നു. വിശേഷിച്ച് അള്ളാഹു ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനു നൽകിയ വാഗ്ദാനങ്ങളുടെ പരമ്പര ഓരോ വളവിലും നമുക്ക് സുവാർത്ത അറിയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിരുന്നു. അനുഗ്രഹങ്ങളുടെ പരമസീമയെ സംബന്ധിച്ചുള്ള പരാമർശം അനന്തവിദൂരതയിലുള്ള കാര്യമാണ്. എനിക്കിവിടെ ഏത് അനുഗ്രഹത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ 7 ആഴ്ചകളിലെ യാത്രാവേളകളിൽ ദൃശ്യമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ സംക്ഷിപ്തം ഞാൻ സമർപ്പിക്കുന്നതാണ്. വിശദമായ വിവരണങ്ങൾ ഞാൻ അൽ ഫദലിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധപ്പെടുത്തി വരുന്നു. ചിലർ അത് വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക അസാധ്യമാകുന്നു. ജമാഅത്തിനെ പരാമർശിച്ചുകൊണ്ട് അന്യർ നടത്തുന്ന ചില അഭിപ്രായങ്ങളെ 100% വിവരിക്കുവാൻ എനിക്കും കഴിയില്ല, മറ്റാർക്കും റിപ്പോർട്ട് ചെയ്യുവാനും കഴിയില്ല. MTA യിൽ ഒരു പരിധിവരെ അത് ദർശിക്കാവുന്നതാണ്. ചിലത് MTA യിൽ വന്നിട്ടുമുണ്ടാകും. ഇംഗ്ലീഷ് അറിയുന്ന വിഭാഗത്തിനു വേണ്ടി ഇത്തവണ പ്രസിന്റെ നല്ല സംവിധാനമായിരുന്നു തയ്യാറാക്കിയിരുന്നത്. സന്ദർശനത്തിന്റെ പ്രത്യേക സവിശേഷ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ അഹമ്മദിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഏതായാലും ഓരോ സന്ദർശനവും ഓരോ ദിനവും നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയും അവനോടുള്ള കൃതജ്ഞതയുടെയും സംബന്ധിച്ചുള്ള ബോധ്യപ്പെടുത്തലായിരുന്നു. അതോടൊപ്പം ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുമായിരുന്നു. ഏതായാലും ഈ ആമുഖത്തിനു ശേഷം യാത്രാ വിവരണങ്ങളെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയാണ്. എന്റെ സന്ദർശന യാത്രയുടെ ആദ്യ ലക്ഷ്യം സിംഗപ്പൂരായിരുന്നു. സിംഗപ്പൂർ വിമാനത്താവളത്തിൽ സിംഗപ്പൂർ അഹമ്മദികളെ കൂടാതെ ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലെ
और उन सब की एक अजीब ചില ഭാരവാഹികളും സ്ത്രീ പുരുഷന്മാരും എത്തിയിരുന്നു. जिसका അവരെല്ലാവരും പ്രത്യേക വികാരഭരിതരായിരുന്നു. जीएमए के दौरान जो खुतबे അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം MTIയുടെ കുത്തുബകൾക്കിടയിൽ മറ്റും നൽകിയ ഏതാനും ദൃശ്യങ്ങളിലൂടെ ലഭിച്ചിട്ടുണ്ടാകും. 10 दिन का था, ഏതായാലും സിംഗപ്പൂർ പര്യടനം ഏകദേശം 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. मलेशिया, അവിടെ फिलिपाइन, थाईलैंड, कंबोडिया, ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രൂണായ്, ഫിലിപ്പൈൻ, തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം, പാപ്പിയോനോഗിനി, മ്യാൻമാർ, സിയാനെവാലെ इंडोनेशिया എന്നിവിടങ്ങളിൽ നിന്നുള്ള അഹമ്മദികളുമായി കൂടിക്കാഴ്ച നടന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് ഏകദേശം 2500ഓളം അഹമ്മദികൾ എത്തിയിരുന്നു. ये सब अहमदी कोई ऐसे अच्छे खाते पीते नहीं थे अक्सर इनमें से, അവരിൽ അധികം പേരും लेकिन വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരുന്നില്ല. बाज എന്നാൽ कर्ज लेकर ആത്മാർത്ഥതയും കൂറുമുള്ളവരായിരുന്നു. बेचकर या कोई जायदाद ചിലർ കടം വാങ്ങിയും करके आए थे। അല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും വിറ്റിട്ടോ സ്വത്ത് വിറ്റിട്ടോ യാത്രാ ചെലവ് സംഘടിപ്പിച്ചായിരുന്നു വന്നത്. सफर के दौरान किसी खुतबे में कि इन लोगों को फिक्र थी तो ये ഈ യാത്രയിലിടയിലുള്ള ഖുതുബയിൽ ഞാനത് കേൾപ്പിക്കുകയുണ്ടായി. अल्लाह ताला हमें हमेशा दीन पर, ദീനിൽ സ്ഥിരത ലഭിക്കുന്നതിനുള്ള ചിന്തയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. इनमें से वो लोग അതിനുവേണ്ടിയായിരുന്നു ദുആക്ക് അപേക്ഷിച്ചതും. बड़े अरसे से तकरीबन 1 साल से ഇക്കാര്യം ഞാൻ സന്ദർശന വേളയിലെ ഖുതുബയിലും പരാമർശിച്ചിരുന്നു. उनके घरों ഇവരിൽ ചിലർ ഒരു വർഷത്തോളമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. शेल्टर में रह रहे ഇവരെ അവരുടെ വീടുകളിൽ നിന്ന് വീട്ടുകാർ പുറത്താക്കിയിരിക്കുകയാണ്. अपने താൽക്കാലിക കുടിലുകളിലാണ് താമസിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വിശ്വാസത്തെ भूत और ത്യജിച്ചിട്ടില്ല. അവരുടെ വിശ്വാസം ദൃഢവും തീരുമാനം ഉറച്ചതുമായി തീർന്നിരിക്കുകയാണ്. अलावा जो जमाती मसरूफियात होती हैं, मीटिंग्स हैं, मुलाकातें हैं, क्लासें हैं, മീറ്റിംഗുകളും കൂടിക്കാഴ്ചകളും ക്ലാസുകളും തുടങ്ങിയ ജമാഅത്തി പരിപാടികൾ കൂടാതെ वो यहाँ इंडोनेशिया में भी एक प्रोग्राम था रिसेप्शन, സ്വീകരണ യോഗങ്ങളും ഉണ്ടായിരുന്നു മറ്റുള്ളവരുമൊത്തുമുള്ള. जिसमें അതിൽ ഇന്തോനേഷ്യക്കാരുടെ ഒരു से आने वाले സ്വീകരണ യോഗവും ഉണ്ടായിരുന്നു. गैर जमात भी शामिल थे, പ്രസ്തുത യോഗത്തിൽ ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന स्कॉलर भी थे, അനഹമ്മദികളായ വിദ്വാൻമാരും ഉണ്ടായിരുന്നു. बात पढ़े അതിൽ പ്രൊഫസർമാരും പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും വിദ്യാസമ്പന്നരും പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും उन्होंने इंटरव्यू ഉണ്ടായിരുന്നു. പത്രമാധ്യമ പ്രവർത്തകർ जमात എന്റെ ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. और जो कुछ वहाँ हो रहा है जमात അതിൽ ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയും അവിടെ ജമാഅത്തിനോട് വർത്തിക്കുന്ന രീതിയെക്കുറിച്ചും അവരോട് പറയുകയുണ്ടായി. जो मुख्तलिफ शोबा है जिंदगी से ताल्लुक रखने वाले अहबाब शामिल हुए, ജീവിതത്തിന്റെ വിവിധ തുറകളുമായി ബന്ധപ്പെട്ടവർ जैसे कि അതിൽ പങ്കെടുത്തിരുന്നു. बात है इनकी तादाद അതിൽ 20 अफराद पर मुश्तमिल थी, जिनमें यूनिवर्सिटी 48 അനഹമ്മദികളും പങ്കെടുത്തിരുന്നു. मजहबी जमात एक അതിൽ കലാലയങ്ങളിലെ പ്രൊഫസർമാർ, മുൻ എംപിമാർ, ഹയ്യത്തുൽ ഉലമ വിഭാഗത്തിലെ 8 പ്രതിനിധികളും ഉൾപ്പെടുന്നു. एक प्रोफेसर यूनिवर्सिटी में हैं, मेरे साथ बैठे हुए थे, പ്രസ്തുത പരിപാടിയിൽ എന്റെ അടുത്തിരുന്ന കലാലയത്തിലെ ഒരു പ്രൊഫസർ जो थोड़ा सा എന്റെ പ്രഭാഷണം ശ്രവിച്ചതിന് ശേഷം പറഞ്ഞു, कि इंडोनेशिया आके ചെറിയ പ്രഭാഷണമായിരുന്നു, अरेंज करते हैं, वहां भी लेक्चर दें, ഇന്തോനേഷ്യയിലെ अच्छी बात है, अगर ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിനുള്ള സംവിധാനം ഒരുക്കാം, अंदाजा नहीं അവിടെയും പ്രഭാഷണം നടത്തണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. शराफत എന്നാൽ അവിടെ ജനങ്ങൾ ബഹളമുണ്ടാക്കുന്നതാണെന്ന് बात सही थी, ഒരുപക്ഷെ താങ്കൾക്ക് അറിയില്ലായിരിക്കാം. उलमा की काउंसिलों के ഏതായാലും ഇതവരുടെ മാന്യതയായിരുന്നു. അവരിൽ ചിലർ സൽപ്രകൃതക്കാരായിരുന്നു. में वहां के ഉലമാക്കളുടെ കൌൺസിലിൽ അംഗങ്ങളും ഉണ്ടായിരുന്നു. शायर भी थे। സിംഗപ്പൂർ റിസപ്ഷനിൽ അവിടുത്തെ ഒരു അതിഥി साल तक 8वां वाले सिंगापुर के सफीर സെലീക്കുയായും ഉണ്ടായിരുന്നു. मेंबर ऑफ അദ്ദേഹം 29 വർഷത്തോളം സിംഗപ്പൂരിലെ സുപ്പീരിയർ ഹൈക്കമ്മീഷനായിരുന്നു. और सिंगापुर के എം പിയുമായിരുന്നു, സീനിയർ മിനിസ്റ്റർ സ്റ്റേറ്റുമായിരുന്നു. इन्होंने സിംഗപ്പൂരിന്റെ സ്ഥാപകരിൽ ഒരാളുമാണ്. कि जब मैं 60 की दिहाई അദ്ദേഹം പറഞ്ഞു, में सफीर था, उस वक्त मिस्र के और सारे ഞാൻ മിസറിൽ സ്ഥാനപതിയായിരുന്ന സമയത്ത് മിസറിലെ അവസ്ഥ 50 सालों से വളരെ നല്ലതായിരുന്നു. ममालिक में अमन बर्बाद ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അവസ്ഥ മോശമായിരിക്കുകയാണ്. का एक गलत तासुर पेश किया जा रहा है। ഇസ്ലാമിന്റെ कहने लगे ഒരു തെറ്റായ പ്രതിച്ഛായയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. और मैं इस बात को सराहता हूं എന്നാൽ അഹമ്മദിയത്ത് ലോക നേതാക്കന്മാരുടെ മുന്നിൽ യഥാർത്ഥ ഇസ്ലാമിനെ സമർപ്പിക്കുന്നു എന്നതിൽ के सामने
ഞാൻ पुरअमन इस्लाम का नाम रोशन कर रहे हैं और पैगाम दे रहे हैं। സന്തോഷവാനാണ്. ഞാൻ അതിനെ പ്രശംസിക്കുന്നു. बावजूद के रिटायर हो चुके हैं, इंडोनेशिया के ऐसे അദ്ദേഹം റിട്ടയർഡ് ആയിട്ടും का हर शख्स बड़ी इज्जत और एहतराम करता है। സിംഗപ്പൂരിലെ എല്ലാവരാലും ബഹുമാനിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. इसी तरह इंडोनेशियन मॉस्क काउंसिल, അതുപോലെ मुस्लिम ഇന്തോനേഷ്യൻ മോസ്ക് കൌൺസിൽ और स्टेट इस्लामी മുസ്ലിമ ടാലന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും സ്റ്റേറ്റ് ഇസ്ലാമി യൂണിവേഴ്സിറ്റി और लेक्चरर ജക്കാർത്തയിലെ ईदा ഹ്യൂമൻ സ്റ്റഡി സെന്ററിലെ कहा, പ്രധാന അധ്യാപകനുമായ മിസ്റ്റർ ഇദ്ദ ഹോസിയാദ പറയുന്നു, खिताब सुनने के बाद कि जमात को चाहिए कि वो तरक्की याफ्ता ममालिक के उलूम व എന്റെ പ്രഭാഷണം കേട്ടതിനു ശേഷം तरक्की पजीर ममालिक വികസിത രാഷ്ട്രങ്ങളിലെ വിജ്ഞാനങ്ങളും വിദ്യകളും गुर्बत से लड़ने के लिए വികസ്വര രാഷ്ട്രങ്ങളിൽ കൊണ്ടുപോവുകയും यहाँ मेरा लक्ष्य ആഗോള അനീതിയോടും ദാരിദ്ര്യത്തോടും പൊരുതുന്നതിനായി എല്ലാവർക്കും ജമാഅത്ത് മാർഗദർശനം നൽകുകയും ചെയ്യേണ്ടതാണ്. नाम इस बारे में क्या कहता है, ലോകത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയും इस बात पे उन्होंने തത്സംബന്ധമായി ഇസ്ലാം എന്താണ് പറയുന്നതെന്നും പറയുക. कहते हैं आज दुनिया की किसी भी तंजीम के पास ഈ കാര്യത്തിലാണ് അദ്ദേഹം മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞത്. नहीं है പറഞ്ഞു, ഇന്ന് ലോകത്ത് ഒരു സംഘടനയ്ക്കും അഹമ്മദിയ ജമാഅത്തുള്ളതുപോലുള്ള വ്യവസ്ഥിതിയും നേതൃത്വവുമില്ല. अब ये वहाँ के इस्लामी यूनिवर्सिटी के प्रोफेसर हैं। ഇന്ന് അഹമ്മദിയ ജമാഅത്ത് തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാതൃക. അദ്ദേഹം അവിടുത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. तासक मलाइक പിന്നീട് मूवमेंट के एक मेंबर हैं। वो താസക് മിലായിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി के बाद എന്റെ പ്രഭാഷണം ശ്രവിച്ച ശേഷം പറഞ്ഞു, चाहिए ये ताकि वो अमन और हम ഇത് എല്ലാ ഇന്തോനേഷ്യക്കാരിലേക്കും എത്തേണ്ടതാണ്. तालीमात को समझ सकें। സമാധാനത്തിലും ശാന്തിയിലും അധിഷ്ഠിതമായ ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. तो साहब हैं PhD പിന്നീട് हैं ये, PhD കാരനായ മിസ്റ്റർ സൂഫിയാൻ തോ സാഹിബ്, അദ്ദേഹം ഇന്തോനേഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. कहा कि मेरी ख्वाहिश है അദ്ദേഹം कि एशिया के वो लोग പറയുന്നു, जो अहमदियों के मुखालिफ हैं അഹമ്മദികളുടെ എതിരാളികളായ ഇന്തോനേഷ്യക്കാർ ഖലീഫയെ കാണുകയും ताकि उनके दिल खुलें, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യേണ്ടതാണ്, इस्लाम को उन पसंद मजहब के तौर അവിടെ ഹൃദയം തുറക്കപ്പെടുന്നതിനായി. ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ മാത്രമാണ് ഇസ്ലാമിനെ സമാധാനകാംക്ഷിയായ മതമായി സമർപ്പിക്കുന്നത്. जर्नलिस्ट പിന്നീട് ഇന്തോനേഷ്യൻ പത്രമായ ട്രിബ്യൂൺ PhD ജാബർ കലീസ്റ്റിന്റെ ये कहते हैं പത്രാധിപൻ, അദ്ദേഹം അഹമ്മദിയത്തിനെ സംബന്ധിച്ച് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, खलीफतुल मसीह ने इंसानियत, इंसाफ और अमन पर मबनी इक्तिसादी ഖലീഫത്തുൽ മസീഹ് तालीमात बयान की हैं। മനുഷ്യത്വത്തിലും നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. सिंगापुर में गुज़श्ता 27 साल से मुकीम കഴിഞ്ഞ 27 വർഷമായി സിംഗപ്പൂരിൽ വസിക്കുന്ന ഒരു ബ്രിട്ടീഷ് യുവാവ്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. में काम करते हैं। कहते हैं कि जब मैंने प्रोग्राम में शामिल होने का इरादा किया तो मेरी कंपनी ആ വ്യക്തി പറയുന്നു, इस प्रोग्राम में शामिल ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്റെ കമ്പനിക്കാർ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിൽ പങ്കെടുക്കരുത്. 2-3 തവണ അവർ വിലക്കി. कि तुम्हें फारग ഒരുപക്ഷെ അത് മുസ്ലിമിന്റേതായിരിക്കാം, നിങ്ങളെ ജോലിയിൽ നിന്നും ഒഴിവാക്കുന്നതാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ടും ഞാനിതിൽ പങ്കെടുത്തു. मान हूँ। പിന്നീട് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, तालीम आज ഞാൻ നേരത്തെ തന്നെ മുസ്ലിമായിരുന്നു, എന്നാൽ ഇന്ന് എനിക്ക് ലഭിച്ച ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുമ്പൊരിക്കലും തന്നെ ലഭിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഈ രൂപം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇസ്ലാം അഹമ്മദിയത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ് ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്നും പറയുകയുണ്ടായി. ताकि मुझे सही इस्लाम का पता लग सके और मैं जमात में शामिल भी होना चाहूँगा। बाहर अल्लाह ताला करे इनका सीना खोल ले। ജമാഅത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയുണ്ടായി. फिलिप അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വിശാലമാക്കട്ടെ. कुछ उसकी यूनिवर्सिटी में ഫിലിപ്പൈനിൽ നിന്നും കുറച്ചവർ വന്നിരുന്നു. के प्रोफेसर ने ये അതിൽ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഏഷ്യൻ पहले तो ആൻഡ് ഇസ്ലാമിക് സ്റ്റഡിയുടെ പ്രൊഫസർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, मौका दिया गया, ആദ്യം അദ്ദേഹം मुलाकात हुई, അവിടേക്ക് ക്ഷണിക്കുകയും വരാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുകയും ചെയ്തതിന് കൃതജ്ഞത അറിയിച്ചു. फिर कहते हैं कि जो बातें हुई मेरे सदर की काफी बातें हुई इनकी പിന്നീട് ഞാനുമായി നടന്ന സംഭാഷണം സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, कि जमात अहमदिया ही है जो मुसलमानों को इकट्ठा कर सकती എനിക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് है और മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നത് അഹമ്മദിയ ജമാഅത്തിന് മാത്രമാണ്. क्या है मेरा क्या उन्होंने कि अल्लाह ताला
എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞ മാർഗത്തിലൂടെ മാത്രമേ ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കുകയുള്ളൂ. അതായത് അള്ളാഹുവിന്റെയും വിശുദ്ധ ഖുർആന്റെയും യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് മടങ്ങുക. वो कहते അതുപോലെ ഫിലിപ്പൈൻസിലെ സെക്രട്ടറി എഡ്യൂക്കേഷനിലായിരുന്ന ഒരു വ്യക്തി പറയുന്നു, हैं कि मुसलमान है ये അദ്ദേഹം മുസ്ലിമാണ്. के बारे में शहादत देता हूँ कि जमात गालिब आने वाली है. फिर कहते हैं ജമാഅത്ത് അഹമ്മദിയ വിജയിക്കുന്നതാണെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. തുടർന്ന് പറയുന്നു, होता था നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് हो रहा है. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നതുപോലെ ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്മേൽ പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വിജയം ലഭിച്ചതുപോലെ ഇന്ന് അഹമ്മദിയത്തിന് വിജയം ലഭിക്കുന്നതാണ്. അത് നിർബന്ധമായും ഉണ്ടാകുന്നതാണ്. हम भी उसमें शामिल होंगे. അപ്പോൾ അതിപ്പോൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്യുന്നു. ഇസ്ലാമിന് അതിമഹത്തായ വിജയം കരസ്ഥമാകുമ്പോൾ ഞങ്ങളും അതിലുണ്ടാകും. वहाँ बाज तंजीमें ऐसी हैं जिसका खौफ है उनको, दिल से वो तकरीबन अंधी हुए हैं. ഇവരിൽ ചിലർക്ക് അവിടെയുള്ള ചില സംഘടനകളെ കുറിച്ചുള്ള ഭയമുണ്ട്. ഹൃദയം കൊണ്ട് അവർ അഹമ്മദികളായിരിക്കുന്നു. सिंगापुर की के जो प्रोग्राम था यही असल प्रोग्राम यही था रिसेप्शन का. സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ പരിപാടി ഈ റിസപ്ഷൻ ആയിരുന്നു. बहरहाल इसके बाद മറ്റുള്ളവ ജുമായും മറ്റു കൂടിക്കാഴ്ചകളുമായിരുന്നു. दौरा शुरू हुआ. ഏതായാലും അതിനുശേഷം ഓസ്ട്രേലിയയിലെ പര്യടനം ആരംഭിച്ചു. चंद दिन रहकर मेलबर्न അവിടെ സിഡ്നിയിൽ കുറച്ചു ദിവസം തങ്ങിയതിനു ശേഷം वहां सिडनी से മെൽബണിലേക്ക് പോയി. दूर है. മെൽബൺ അവിടെ നിന്ന് एक रिसेप्शन थी 800 കിലോമീറ്ററോളം ദൂരെയാണ്. सेंटर में, അവിടെയും ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. तकरीबन 220 के करीब वहाँ ഒരു റിസപ്ഷൻ സെന്ററിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. जिंदगी के मेहमान शामिल हुए, जिसमें मेंबर ऑफ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട 220ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. बल्कि അതിൽ മെമ്പർ ഓഫ് പാർലമെന്റും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരു ആർമി ചീഫും मेजर जनरल की रैंक के आदमी थे അദ്ദേഹത്തിന്റെ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. और मुख्तलिफ ममालिक के काउंसलर्स थे, फेडरल पुलिस के अफसरान थे, വിവിധ രാജ്യങ്ങളുടെ കൌൺസിലർമാരും ഉണ്ടായിരുന്നു. प्रोफेसर ഫെഡറൽ പോലീസിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മറ്റ് പ്രാദേശിക കൌൺസിലർമാരും പ്രൊഫസർമാരും एक स्टेट में മറ്റുള്ളവരുമെല്ലാം ഉണ്ടായിരുന്നു. ने मिस इंगा ഒരു സ്റ്റേറ്റ് മെമ്പർ ഓഫ് പാർലമെന്റ് വിക്ടോറിയ പറഞ്ഞു, कि आपका ये पैगाम ऐसा पैगाम है जिसकी तमाम താങ്കളുടെ സന്ദേശം മുഴുവൻ ആസ്ട്രേലിയക്കാരും ഇഷ്ടപ്പെടുന്ന जो कि मुख्तलिफ कौमों और നല്ല സന്ദേശമാകുന്നു. जात से एक कौम बने हैं और बतौर ऑस्ट्रेलियन हम इस तरह के വിവിധ സമൂഹങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്നുള്ള ഒരു സമൂഹമാണ് ആസ്ട്രേലിയൻ സമൂഹം. तावन करते ഒരു ആസ്ട്രേലിയക്കാരൻ എന്ന നിലയിൽ ഈ സന്ദേശം സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കുന്നവരെ പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിന്റെ സന്ദേശം സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ളതാകുന്നു. कहते हैं आज जो पैगाम आपने दिया है മറ്റൊരു മെമ്പർ ഓഫ് പാർലമെന്റ് പറയുന്നു, ഇന്ന് താങ്കൾ നൽകിയ സന്ദേശം हमें മതത്തിനുപരിയാകുന്നു. सही पैगाम अपना ഇത് മനുഷ്യത്വത്തിന്റെ സന്ദേശമാകുന്നു. वफादारी और നാം എല്ലാവരും ഈ സന്ദേശമാണ് സ്വായത്തമാക്കേണ്ടത്. ऐसी खूबियां हैं അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളായ സമാധാനം, നീതി, സൗഹാർദ്ദം, സാഹോദര്യം, മനുഷ്യസേവനം എന്നിവയെ कर चलना है. നമ്മുടെ സ്വഭാവ ഗുണങ്ങളാക്കി മാറ്റേണ്ടതാണ്. कहती हैं कि मैं इस बात തുടർന്ന് പറയുന്നു, कि अहमदी औरतें इस पैगाम को न सिर्फ आगे അഹമ്മദി സ്ത്രീകൾ ഈ സന്ദേശത്തെ മുന്നോട്ട് എത്തിക്കുക മാത്രമല്ല മറിച്ച് कहती हैं मैं സ്വയം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. तालीम या അഹമ്മദി കുട്ടികൾ इंतहाई मौत നല്ല സ്വഭാവമുള്ളവരും बस हमको सबको यही വിദ്യാസമ്പന്നരും ബഹുമാന്യരുമാകുന്നു എന്നെനിക്കറിയാം. जो अहमदियों का നാമും ആ ഗുണങ്ങളാണ് സ്വായത്തമാക്കേണ്ടത്. दुनिया में अक्सर അഹമ്മദികളെ സംബന്ധിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായമാണിത്. या कहीं भी जाऊं तो मुझे जब बातें हों इस हवाले से तो जिक्र करते हैं. बस इस तासुर को हर औरत को हर എവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത്. और अपनी सोच में ഈ ഒരു സ്വാധീനത്തെ എല്ലാ സ്ത്രീകളും കുട്ടികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. आने की जरूरत नहीं. തങ്ങളുടെ ചിന്ത എപ്പോഴും ഉന്നതമാക്കി വെക്കുക. ये तैयार യാതൊരുവിധ കോംപ്ലക്സിന്റെയും ആവശ്യമില്ല. ഇവർ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നതിനായി സന്നദ്ധരാണ്. पसंद करते हैं और अपनाना चाहते हैं. സന്നദ്ധരാണെന്ന് മാത്രമല്ല അതിനെ ഇഷ്ടപ്പെടുകയും സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. चर्च ऑफ जीसस क्राइस्ट അതുപോലെ ഇവിടെ थे ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ कहते हैं कि जिस अंदाज से ഒരു വ്യക്തി പറയുന്നു, इमाम जमात अहमदिया ने अमन की അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം अल्फाज में बयान വളരെ ലളിതമായ ഭാഷയിൽ हर ഇസ്ലാമിന്റെ സമാധാന സന്ദേശത്തെ സമർപ്പിക്കുകയുണ്ടായി. मौजूद ഓരോ ആസ്ട്രേലിയക്കാരനും ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. के क़याम के लिए मोहब्बत ഇന്ന് ഈ ഹാളിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും हुआ. ഹൃദയത്തിലെ ശബ്ദം ഇതാകുന്നു, ये
അതായത് സമാധാന സ്ഥാപനത്തിനായുള്ള ഏകമാർഗം സ്നേഹമാകുന്നു. ഇന്ന് मेहमान ने कहा ഈ സന്ദേശം നാം നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നത് വളരെ നല്ല കാര്യമാണ്. മറ്റൊരു അതിഥി പറഞ്ഞു, ഞാനും गुज़श्ता 18 എന്റെ ഭാര്യയും में है, കഴിഞ്ഞ 18 വർഷമായി हमने सुना സത്യത്തെ അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടത് സത്യം മാത്രമായിരുന്നു. था, अब सिर्फ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണം अमल करना चाहिए. പരിപൂർണ സന്ദേശമായിരുന്നു. നാം എല്ലാവരും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈ സന്ദേശത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കേണ്ടതാണ്. हो सकता സമാധാനം എങ്ങനെ സ്ഥാപിതമാകും എന്ന് മാത്രമല്ല ഖലീഫത്തുൽ മസീഹ് പറഞ്ഞത്, മറിച്ച് है इसी तरह സമാധാനം സ്ഥാപിതമായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നും പറയുകയുണ്ടായി. ABC അതുപോലെ ऑस्ट्रेलियन വളരെ പ്രശസ്തമായ ഒരു ചാനലാണ് ABC, ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. है, उसके एक जर्नलिस्ट ने अपने तासुरात का इजहार किया സർക്കാരിന്റെ ചാനലാണ്. कि इमाम जमात അതിന്റെ ഒരു ജേർണലിസ്റ്റ് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, हकीकत पर मबनी था, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണം हमारे जहनों को खोल നീതിയിൽ അധിഷ്ഠിതവും യാഥാർത്ഥ്യവുമായിരുന്നു. ഈ പ്രഭാഷണം ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുകയുണ്ടായി. कहा പിന്നീട് ഒരു അതിഥിയായ സ്ത്രീ പറഞ്ഞു, कि मैं बहुत फख्र महसूस कर रही हूँ कि आज मैंने एक शानदार तकरीब में शमूलियत की। ഇന്ന് ഞാനൊരു മഹത്തായ പരിപാടിയിൽ പങ്കാളിയായി എന്നതിൽ അഭിമാനിക്കുന്നു. मैं बहुत मुतासिर हूँ जो उन्होंने दुनिया में अमन के क़याम के बारे में बात की है। ലോകത്ത് मैं आज बरमला സമാധാനം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. और मैं ख्वाहिश നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. इन अक़दार को ഓസ്ട്രേലിയക്കാർ ഈ സന്ദേശത്തെ കൂടുതൽ ദൃഢമായ നിലയിൽ സ്വായത്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. चाहें, हमें इसको നിങ്ങൾ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. निकल रहे थे। ഇന്നിതിന്റെ ആവശ്യമാണുള്ളത്. ഇത് പറഞ്ഞപ്പോൾ അവിടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുകയായിരുന്നു. वो अपने तासुरात का इजहार करते हैं नॉक सिटी के कि इमाम जमात के खिताब से एक बात वाज़ेह हो गई है कि आप इस बात का प्रचार करते हैं നോർക്ക് സിറ്റിയിലെ ഒരു കൌൺസിലർ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, का मजहब ഇമാം ജമാഅത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്ദേശമാണ് നിങ്ങളുടെ മതം എന്നാണ്. का क़याम അതായത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതം. की तारीख ഇമാം ജമാഅത്ത് പറഞ്ഞത് തികച്ചും വാസ്തവമാണ്. സമാധാനത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഓസ്ട്രേലിയൻ രാജ്യത്തിന്റെ ചരിത്രം 200 വർഷം പഴക്കമുള്ളതാണ്. അതായത് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ अफराद तो 200 साल कबल यहाँ आए। അബുറഹിലെ കൂടാതെ പുറത്തുനിന്ന് വന്നവർ 200 വർഷം മുമ്പാണ് ഇവിടെ എത്തിയത്. खूबसूरत और अजीमुश्शान ഇന്ന് ഒരു ऐसा लगा മതനേതാവിനെ ഇത്ര സുന്ദരമായ സന്ദേശം നൽകുന്നത് കണ്ട് ഓസ്ട്രേലിയയിൽ പുതിയ കാറ്റടിക്കുന്നു എന്നാണ് തോന്നുന്നത്. अपनी बीवी से कही പറയുന്നു, कि जमात अहमदिया के अफराद ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, उनके അഹമ്മദിയ ജമാഅത്തിലെ വ്യക്തികളുടെ क्या ही अच्छा हो कि ये സ്നേഹഭരിതമായ ആത്മാർത്ഥതയും ആവേശവും അവരുടെ മുഖങ്ങളിലൂടെ വെളിപ്പെടുന്നു. अपना ഈ അഹമ്മദിയ മുസ്ലിം സമൂഹം കൂടുതൽ മുന്നോട്ട് ഗമിക്കുകയും ധാരാളം ആളുകൾക്ക് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും आगे बढ़े। സന്ദേശം എത്തിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായനെ. एक पाकिस्तानी मुसलमान അതിനാൽ ഓസ്ട്രേലിയൻ അഹമ്മദികൾ ഈ സന്ദേശവും കൊണ്ട് മുന്നോട്ട് ഗമിക്കേണ്ടതാണ്. कहते हैं, അവിടെ ഒരു പാകിസ്ഥാനി മുസ്ലിമും ഉണ്ടായിരുന്നു. कहना चाहता हूँ പറയുന്നു, उनका जो वकार था मैंने किसी और तकरीब में कभी ഈ പരിപാടിയിൽ ഉണ്ടായിരുന്ന മാന്യത ഞാൻ മറ്റൊരു പരിപാടിയിലും കണ്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. कहते हैं मैंने एक एक लफ्ज സുമാലിയയിലെ കൌൺസിലറും ഉണ്ടായിരുന്നു. और बड़ा പറയുന്നു, താങ്കളുടെ ഓരോ വാക്കും താല്പര്യത്തോടെ ഞാൻ ശ്രവിച്ചു. എന്നിൽ അത് വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. कहते കുവൈറ്റിലെ कि अरब स्प्रिंग के बारे में तजदीद ഒരു ജാബിർ സാഹിബും അവിടെ ഉണ്ടായിരുന്നു. പറയുന്നു, അറബ് വസന്തത്തെക്കുറിച്ചുള്ള വിശകലനത്തിൽ ഞാൻ വളരെ പ്രഭാവിതനാണ്. जो आपने किया काफी निडर लगे लेकिन जो कुछ भी आपने താങ്കളുടെ ഈ പ്രഭാഷണം पर मबनी था मेरा ये ख्याल नहीं था कि तजिया इस कदर मुकम्मल വളരെ ധൈര്യസമേതമാണ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അത് സത്യത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. വിശകലനം ഇത്ര പൂർണ്ണവും വ്യക്തവുമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. हर एक ने अपने तासुरात दिए चंद एक के मैंने जिक्र किया है और उसके बाद ഇവിടെ ഏകദേശം 220ഓളം വ്യത്യസ്ത മേഖലയിലുള്ളവരുണ്ടായിരുന്നു. അവരിൽ ഏതാനും പേരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. के इंतहाई അതിനുശേഷം കൂടിക്കാഴ്ചയും നടന്നു. होने वाले थे सिर्फ जाहिरी ഇവിടെയുള്ളവർ ആത്മാർത്ഥതയോടുകൂടി ശ്രവിക്കുന്നവരായി ഞാൻ കണ്ടു. बातों का भी असर है और जिन बातों का उन्होंने असर लिया പ്രകടനാത്മകമായ ആത്മാർത്ഥതയല്ല, മറിച്ച് അവർ പ്രഭാവിതരാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. इन तासुरात के मुझसे मिलते हुए बड़ा इजहार किया। यहाँ अहमदिया
मेलबर्न में കൂടാതെ എന്നെ കണ്ടപ്പോഴും അതവർ പ്രകടിപ്പിക്കുകയുണ്ടായി. खुद में उसका जिक्र नहीं किया था, इसलिए മെൽബണിൽ വാങ്ങിയ അഹമ്മദിയ സെന്ററിനെ കുറിച്ച് കുത്തുബോളിലും ഞാൻ പരാമർശിച്ചിരുന്നില്ല. അതിനാൽ അതിനെ സംബന്ധിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മെൽബണിൽ നാം വാങ്ങിയ പുതിയ സെന്ററിന് इसकी इमारत 7.5 ഏക്കർ വിസ്തീർണമാണുള്ളത്. जिसकी നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടവും ഉണ്ടായിരുന്നു. 2500 സ്ക്വയർ മീറ്ററാണ് അതിന്റെ മുകളിലെ വിസ്തീർണം. हॉल जो है उसमें रकबे में मेन हॉल है, जिसमें एक मुतात अंदाजे के मुताबिक 3000 अफराद മുകളിലുള്ള പ്രധാന ഹാളിൽ ഏകദേശം 3000 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. दूसरे हॉल को शामिल करके मजमूई കെട്ടിടം ഏകദേശം കിബിലേക്ക് നേരെയുമാണ്. മറ്റ് ഹാളുകളും ഉൾപ്പെടുത്തി മൊത്തം 4000 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. रिहाइश 2 रिहाइश മിഷൻ ഹൌസ്, ഗസ്റ്റ് ഹൌസ്, किचन स्टोर 2 താമസ സ്ഥലം, ഗ്രന്ഥശാല, വായനശാല, സ്റ്റോർ എന്നിവ കൂടാതെ मौजूद हैं। 3 पार्किंग हैं इसकी, जिसमें 200 ചെറിയ ഹാളുകളുമുണ്ട്. की जा सकती हैं। 3 പാർക്കിംഗ് ഉണ്ട്. അതിൽ 200-ലധികം വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2007 में ये दरखास्त यहाँ जमा करवाई गई थी कि हम लेना चाहते हैं। 2007-ൽ भाइयों ने कई एतराज़ात किए, ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് അപേക്ഷ നൽകിയിരുന്നു. इजाजत की, അയൽവാസികൾ പല എതിരഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. लेकिन अल्लाह ताला के फजल और रहम മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിനായി അനുമതി നൽകരുതെന്ന് അവർ പറഞ്ഞിരുന്നു. 2000 എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും മൂലം അവസാനം 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2009-ൽ ഈ സെന്റർ जमात अहमदिया को देने का सिटी काउंसिल ने फैसला किया। അഹമ്മദിയ ജമാഅത്തിന് നൽകാൻ ऐसा फैसला സിറ്റി കൌൺസിലർ തീരുമാനിച്ചു. बिला इस्तिस्ना, എല്ലാ കൌൺസിലർമാരും ഈ തീരുമാനത്തെ അനുകൂലിച്ചിരുന്നു. और फिर इसका पहले ये एक क्लब था, पार्क था, ആദ്യം ഇതൊരു ക്ലബ്ബായിരുന്നു, करके इसको कम्युनिटी सेंटर और मिशन हाउस ഒരു പാർക്കുമായിരുന്നു. പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി കമ്മ്യൂണിറ്റി സെന്ററിന്റെ രൂപം നൽകുകയാണ് ഉണ്ടായത്. और इसके बाद പിന്നീട് അതിനെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. आपने सुनी अक्सर लोगों की राय പിന്നീട് നിങ്ങൾ കേട്ടതുപോലെ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചുള്ള അധികം ആളുകളുടെയും അഭിപ്രായത്തിൽ മാറ്റമുണ്ടായി. सेंटर की खरीद पर അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചുള്ള खर्च हुए थे, फिर इसको ठीक किया। ഇത് വാങ്ങുന്നതിനായി तकरीबन $8 ലക്ഷം ചെലവായിരുന്നു. $3 मिलियन, പിന്നീട് ഇതിൽ നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് $13 लाख $1.3 മില്യൺ ചെലവായി. की रिवायत है, കൂടാതെ को करके $5 लाख നമ്മുടെ രീതി അനുസരിച്ച് ശ്രമദാനത്തിലൂടെ गई है। $5 ലക്ഷം ലാഭിക്കുകയും ചെയ്തു. बहरहाल अगर वैसे इसकी वैल्यू देखें तो इस ഇന്ന് मार्केट में कम से कम $5 मिलियन की है। ये മാർക്കറ്റിൽ അതിന്റെ മൂല്യം നോക്കുകയാണെങ്കിൽ एहसान है കുറഞ്ഞത് $5 മില്യൺ എങ്കിലും ഉണ്ടാകും. अल्लाह ताला जमात को मुहैया വളരെ കുറഞ്ഞ ചെലവിൽ അള്ളാഹു അഹമ്മദിയത്തിന് വസ്തുക്കൾ നൽകുന്നു എന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. सिडनी में वापस आए, അതിനുശേഷം സിഡ്നിയിലേക്ക് മടങ്ങി വന്നു. खिलाफत जो അവിടെ तमीर हुआ है, इसका इफ्तिताह किया। ഖിലാഫത്ത് ജൂബിലി ഹാളിന്റെ 1400 अफराद के പണി പൂർത്തിയായിരുന്നു. അതിന്റെ ഉദ്ഘാടനം നടന്നു. അതിൽ 1400 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. मीटिंग रूम है, लजना की और दूसरी तंजीमों के दफातर हैं, 2 നില ഓഫീസുകളുണ്ട്. मेन ലജനയുടെ ഓഫീസുകളുമുണ്ട്. വലിയ അടുക്കളയുണ്ട്. खाना चलता रहा। മെയിൻ അടുക്കളയുമുണ്ട്. അതിൽ ലങ്കർഖാനയും ഉണ്ടായിരുന്നു. ഹാളിൽ ഇൻഡോർ ഗെയിമും കളിക്കാവുന്നതാണ്. वजीर आजम ऑस्ट्रेलिया की नुमाइंदगी में ഇവിടെ एक ഉദ്ഘാടന സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയും വന്നിരുന്നു. मौके पर और അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റും വന്നിരുന്നു. रवानती वेल्स इनका नाम है। फिर फेडरल मेंबर ऑफ पार्लियामेंट थे, मिनिस्टर ऑफ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നു. अपोजिशन के लीडर, മിനിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പും ഉണ്ടായിരുന്നു. इसी तरह बहुत सारे मेंबर ऑफ पार्लियामेंट, पार्लियामानी सेक्रेटरी फॉर കൂടാതെ മറ്റു പല ഉന്നത വ്യക്തിത്വങ്ങളും कमांडर, पुलिस के अफसरान, പാർലമെന്റ് സെക്രട്ടറി ഫോർ तबकों से ലോ ആൻഡ് ജസ്റ്റിസും ഏരിയ കമാൻഡറും यहाँ शामिल हुए और अल्लाह ताला के फजल से പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ധാരാളം പേരും സന്നിഹിതരായിരുന്നു. जोबली का हॉल का हिस्सा था, इसलिए ഖിലാഫത്ത് ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനമായിരുന്നു. അവിടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ और खिलाफ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും का അഹമ്മദിയ ജമാഅത്ത് എന്താണെന്നതിനെക്കുറിച്ചും ഖിലാഫത്തിന്റെ പങ്ക് എന്താണെന്നും इस बारे में मैंने कुछ कहा था। अल्लाह ताला के फजल से बड़ा अच्छा असर हुआ। ഞാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല നിലയിൽ
അതെല്ലാവരെയും സ്വാധീനിക്കുകയുണ്ടായി. एक पुलिस सुपरिटेंडेंट ने कहा कि इमाम जमात ने ഒരു വിശിഷ്ട വ്യക്തി പറഞ്ഞു, कि इस्लाम को इंतहा पसंदों के अमल ने बदनाम किया है. ഇസ്ലാമിനെ ഭീകരവാദികൾ इस तनकीद का उन्होंने जिस ദുഷ്പേരുണ്ടാക്കിയിരിക്കുകയാണെന്ന് ഇമാം ജമാഅത്ത് അഹമ്മദിയ പറയുകയുണ്ടായി. ഞാനതിൽ പ്രഭാവിതനാണ്. ഇതിന് മറുപടിയായി നൽകിയ ശാന്തിയുടെ സന്ദേശം വളരെ മഹത്തരമാണ്. कहा कि മറ്റൊരു അതിഥി പറഞ്ഞു, ये खिताब जो था निहायत उम्दा और आलम मालूमात പ്രഭാഷണത്തിൽ വളരെ നല്ല അറിവുകളുണ്ടായിരുന്നു. हासिल करना चाहूंगी जिसकी मदद से मैं ഇസ്ലാമിനെ കൂടുതൽ നല്ല നിലയിൽ മനസ്സിലാക്കുന്നതിനായി इस्लाम के मुतल्लिक़ ഒരു ഗ്രന്ഥം വാങ്ങുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. लेकिन अमूमी ഞാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ പൊതുവിൽ ഈ ക്ഷണം എന്നെ സംബന്ധിച്ചിടത്തോളം ആദരവിന് लेकिन फिर मुतज़ब्ज़िब കാരണമാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം അവരിലേക്ക് എത്തിയെങ്കിലും इन बातों के खिलाफ करता है. മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗം वहाँ के लोगों को അതിനെതിരാണ് പ്രവർത്തിക്കുന്നത് എന്നത് और इनको मुहैया അവരെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും അവിടുത്തുകാർ അവരുമായി ബന്ധപ്പെടുകയും സാഹിത്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. फिर इसके बाद ऑस्ट्रेलिया में ഇവിടെയുള്ളവരും में मस्जिद വളരെ നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. सुन भी लिया हुआ खुद അതിനുശേഷം ഓസ്ട്രേലിയയിൽ यहाँ भी ബ്രിസ്ബനിൽ बहुत रिसेप्शन थी. പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. मुख्तलिफ शोबाए जिंदगी के लोग ഖുത്ബയിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. पुलिस अफसर അതിനുശേഷം ഒരു റിസപ്ഷനും ഉണ്ടായിരുന്നു. അതിൽ വിവിധ മേഖലകളിൽപ്പെട്ടവരുണ്ടായിരുന്നു. മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർ, പ്രൊഫസർമാർ, അധ്യാപകർ, എഞ്ചിനീയർ, हमसाए सब शामिल हुए. ചർച്ച് ഓർഗനൈസേഷനിലെ ആളുകൾ, एक हमसाए പാതിരിമാർ मिस्टर क्लास ग्रिम എന്നിവരെല്ലാവരും ഉണ്ടായിരുന്നു. जो मजहबन यहूदी हैं उन्होंने ഒരു അയൽവാസി വളരെ എതിർപ്പ് കാണിച്ചിരുന്നു. लेकिन अब बिल्कुल अल्लाह ताला എന്നാൽ बनने के बाद और जमात अहमदिया का रवैया देखने के बाद നിർമ്മാണം പൂർത്തിയായപ്പോൾ बदला हुआ था. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദി ജമാഅത്തിന്റെ നിലപാടുകൾ കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് മാറുകയുണ്ടായി. बड़े सख्त मुखालिफ थे. മറ്റു അയൽവാസിയും വളരെ എതിർത്തിരുന്നു. गलतफहमियां दूर हो गई. फिर दोस्त എന്നാൽ और जमात के हक में അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ അകന്നപ്പോൾ इसी तरह और बहुत सारे സുഹൃത്തായി. മാത്രമല്ല ജമാഅത്തിനു വേണ്ടി വാദിക്കുവാനും തുടങ്ങി. फिर एक सिटी അതുപോലെ മറ്റു ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. लोगन के वहीं के कहते हैं कि अहमदिया मुस्लिम ഒരു कम्युनिटी സിറ്റി കൌൺസിലർ, അദ്ദേഹം ഡെപ്യൂട്ടി മേയറുമാണ്, പറയുന്നു, और अहमदिया कम्युनिटी की आला खिदमात उसे दीगर അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി മനുഷ്യ സേവനത്തിൽ വളരെ മുൻപന്തിയിലാണ്. क्लीन अप के അഹമ്മദിയ ജമാഅത്തിന്റെ ഉന്നതമായ സേവനങ്ങൾ മറ്റു സമുദായങ്ങളിൽ നിന്ന് അതിനെ വ്യതിരിക്തമാക്കുന്നു. എല്ലാ വർഷവും ഓസ്ട്രേലിയയിൽ ശുചിത്വത്തിനായി ശ്രമദാനം ചെയ്യുക, റെഡ് ക്രോസിനായി ഫണ്ട് സ്വരൂപിക്കുക, രക്തദാനവും മറ്റു മാനുഷിക സേവനങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ मुख्तलिफ सैलाब ज़दा इलाकों में मदद ക്യൂൻസ്ലാൻഡിൽ ഈ വർഷാരംഭത്തിൽ ഉണ്ടായ പ്രളയത്തിൽ അഹമ്മദി ജമാഅത്തിലെ 50 വ്യക്തികൾ പ്രളയബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിച്ചിരുന്നു. लेकिन हम इस बात വിദേശങ്ങളിൽ നിന്ന് വന്ന ഇവിടെ താമസിക്കുന്നവർ अहमदिया मुस्लिम कम्युनिटी സമൂഹത്തിൽ ഇഴുകിച്ചേരാറില്ല എന്നാണ് പറയാറുള്ളത്. के ये वो लोग हैं जो ऑस्ट्रेलिया से എന്നാൽ അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുകയാണ്. ഓസ്ട്രേലിയയെ സ്നേഹിക്കുകയും ഈ രാജ്യത്തിനായി അമൂല്യമായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണിവർ. ഈ ഒരു സ്നേഹവും സാഹോദര്യമാണ് ഇന്ന് ലോകത്തിന് അനിവാര്യമായിട്ടുള്ളത്. उन्होंने भी जमात को പോലീസ് കമ്മീഷണറും വന്നിരുന്നു. और അദ്ദേഹവും ജമാഅത്തിന്റെ സേവനത്തെ कहने लगे പ്രശംസിക്കുകയുണ്ടായി. बिल्कुल काम करती है और तमाम लोगों को से इज्जत से पेश പറയുന്നു, और आप लोग ജമാഅത്ത് എപ്പോഴും ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു. आदि गए तो मेरे साथ मेंबर ऑफ पार्लियामेंट एक बैठे हुए थे. वो ये कहते നിങ്ങൾ उന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. जो है बड़े എന്നോടൊപ്പം ഇരുന്നിരുന്ന ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കമ്മീഷണർ मिशन में शामिल नहीं हुआ करते. मुझे बड़ी हैरत हो रही है कि यहाँ तुम लोग വലിയ സ്റ്റേറ്റസ് ഉള്ള വ്യക്തിയാണ്. പൊതുവായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറില്ല. അദ്ദേഹം ഇതിൽ പങ്കെടുത്തു എന്നത് വളരെ അത്ഭുതം തന്നെ. ने जब मेरा वो एड्रेस മറ്റൊരു മെമ്പർ ഓഫ് പാർലമെന്റ് तो कहने लगे कि मैं जज्बात से भर गया हूँ എന്റെ പ്രഭാഷണം കേട്ടപ്പോൾ मुतासर हुआ हूँ. പറയുന്നു, ये खिताब ഞാൻ വികാരഭരിതനാണ്. इस खिताब ने इस मस्जिद के मुतालिक हर एक को मुतमईन ഞാൻ ഇതിൽ വളരെയധികം പ്രഭാവിതനാണ്. इमाम जमात പ്രഭാഷണത്തിൽ ഈ പള്ളിയെ സംബന്ധിച്ച് എല്ലാവർക്കും സംതൃപ്തി നൽകുകയുണ്ടായി. को देखा और मुझे ഇമാം ജമാഅത്തിന്റെ പ്രഭാഷണ മധ്യേ ഞാൻ വിശേഷിച്ച് അമുസ്ലിം അതിഥികളുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി एक पार्लियामेंट मेंबर
ഇമാം ജമാഅത്തിന്റെ പ്രഭാഷണത്തെ ശ്രവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. गालिबन ये वही है മറ്റൊരു മെമ്പർ ഓഫ് പാർലമെന്റ് അദ്ദേഹവുമായി തബ്ലീഗ് സംഭാഷണം നടന്നിരുന്നു. वाले से कुरान क्या कहता है और बाइबल क्या कहती है। तो वह कहने लगा कि मैं इतराज ശാസ്ത്രത്തെ സംബന്ധിച്ച് ഖുർആനും ബൈബിളും എന്താണ് പറയുന്നത് എന്ന് സംബന്ധമായിരുന്നു സംസാരം. फिर बहरहाल അദ്ദേഹം പറഞ്ഞത് ഖുർആന്റെ അധ്യാപനം ബൈബിളിനേക്കാൾ मुकामी जो अहमदी थे उनसे कहा इनको ഉന്നതമാണെന്നത് ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തോട് വിശുദ്ധ ഖുർആൻ പഠിക്കാനായി ഞാൻ പറഞ്ഞിരുന്നു. 5 वॉल्यूम कमेंट्री भी दी गई उनको। പ്രാദേശിക ജമാഅത്തോട് ഞാൻ പറയുകയുണ്ടായി. ये अल्लाह के फजल से 5 വോള്യം കമന്ററിയും അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അങ്ങനെ തബ്ലീഗിന്റെ മാർഗവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തുറക്കപ്പെടുന്നു. डॉक्टर जॉन साहब थे एक मेहमान, कहते हैं कि आज रात यहाँ आने से पहले मैं बहुत घबराया हुआ था ഡോക്ടർ ജോൺ എന്നൊരു അതിഥി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വളരെ പരിഭ്രമിച്ചിരുന്നു. കാരണം ഞാൻ മുസ്ലിമല്ല. मसरूर अहमद എന്നോട് എങ്ങനെയാണ് പെരുമാറുക എന്നെനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് മിർസ മസ്റൂർ അഹമ്മദ് എന്റെ എല്ലാ പരിഭ്രമത്തെയും ദൂരീകരിച്ചു. का ये मुख्तसर जिक्र। फिर न्यूजीलैंड गए, वहां से हम പിന്നീട് मस्जिद जो पहली बनी है बैतुल मुकीद, ന്യൂസിലാൻഡിലേക്ക് പോയി. लेकिन उस तरह से पहले ആദ്യം मौरी कबीला जो है वहां का ബൈത്തുൽ മുഖീത്ത് പള്ളി ഉദ്ഘാടനം ചെയ്തു. उसके എന്നാൽ അതിനു മുമ്പായി से इस्तकबालिया था, അവിടുത്തെ പുരാതന ഗോത്രമായ മോറി ഗോത്രം, इस्तकबालिया दी അതിൽ രാജാവിൽ നിന്നുള്ള സ്വീകരണമുണ്ടായിരുന്നു. जो हेड ऑफ അവിടെ स्टेट हैं उनको देते ആ രാജാവ് हैं। सारा इंतजाम उन्होंने किया മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് और वहाँ जमात अहमदिया का സ്വീകരണം നൽകുന്ന നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. लहराया जा रहा था അവിടെ അഹമ്മദിയത്തിന്റെ പതാക के साथ। അദ്ദേഹം സ്വയം ഉയർത്തിയിരുന്നു, അവരുടെ സ്വന്തം പതാകയോടൊപ്പം. ऐसे फंक्शन में चाहे कोई भी हो खुद नहीं बैठा करता, लेकिन वहाँ खुद बादशाह बैठे थे। कोई तकरीब जो उनकी एक रवायती तकरीब है वो तो जो हुई ഇത്തരം പരിപാടികൾ പൊതുവെ രാജാക്കന്മാർ അവരുടെ സ്വന്തം ഇരിപ്പിടത്താണ് ഇരിക്കാറുള്ളത്. बड़ा सारा हॉल है, वहाँ ले गए, वहाँ അതിനുശേഷം പരമ്പരാഗതമായി നടക്കുന്ന പ്രഭാഷണമുണ്ടായി. कुरान करीम का जो തുടർന്ന് അവരുടെ വലിയൊരു ഹാളിലേക്ക് ആനയിച്ചു. किया गया അവിടെ പലതും ഉണ്ടായിരുന്നു. തുടർന്ന് മോറി ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ये बादशाह ने ഇത് വലിയൊരു പരിപാടിയായിരുന്നു. मस्जिद का इफ्ताह था जो तकरीब थी उसकी, वहाँ भी आने के लिए कहा, बल्कि इनकी मलका ने पहले नहीं आना था അതിനുശേഷം രാജാവ് പള്ളി ഉദ്ഘാടനത്തിനായി വരുമെന്ന് പറഞ്ഞു. और शख्सियात के साथ वहाँ लोग आए। ये രാജ്ഞിയും ആദ്യം വിലക്കിയിരുന്നെങ്കിലും പിന്നീട് ഞാനും വരുന്നതാണെന്ന് പറയുകയുണ്ടായി. പിന്നീട് ചില വ്യക്തിയോടൊപ്പം അവരുടെ വന്നു. मौरी जुबान में तर्जुमा जो है कुरान करीम का, उसके बारे में पहले मैं जिक्र कर दूं कि ये മൗറി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ പരിഭാഷയെക്കുറിച്ച് साहब ने किया था ഞാൻ ആദ്യം ചിലത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 15 सपारे की ഷക്കീൽ അഹമ്മദ് സാഹിബ് मुकम्मल ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. और ആദ്യം 15 ജുസ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ മുഴുവനും പ്രസിദ്ധീകരിച്ചു. प्रोफेसर हैं, लेकिन इन जुबान सी അദ്ദേഹം ഈ ഭാഷാക്കാരനല്ല. तकरीबन सिरा पे അദ്ദേഹം कहने पर ഫിസിക്സിന്റെ फिर तर्जुमा ഒരു പ്രൊഫസറാണ്. 25-81 साल इनकी उम्र है। എന്നാൽ അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് റാബിന്റെ നിർദ്ദേശാനുസരണം ഭാഷ പഠിക്കുകയും പിന്നീട് और പരിഭാഷപ്പെടുത്താൻ काफी वक्त लगा തുടങ്ങി. 25 വർഷം അദ്ദേഹത്തിന് വേണ്ടി വന്നു അദ്ദേഹത്തിന് ഭാഷ പഠിക്കാനും പരിഭാഷപ്പെടുത്താനും. देर लगी और മോറി ഭാഷയിൽ ബഹുവചനങ്ങൾ പഠിക്കുവാനായി कहते हैं कि मेरी उम्र भी एक बहुत बड़ी रुकावट ധാരാളം സമയം വേണ്ടി വന്നതായി പറഞ്ഞു. को लिखा। बहरहाल बड़ी मेहनत से തന്റെ പ്രായവും അതിനൊരു തടസ്സമായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും लोकें भी आई, मसाइल भी അദ്ദേഹം നിരന്തരമായി जो दूसरों से കഠിന പരിശ്രമം നടത്തി. चेक किया, ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളും വന്നു. फिर खुद उनको മറ്റുള്ളവരെ കൊണ്ട് അല്പം പരിഭാഷപ്പെടുത്തി. എന്നാൽ അത് പരിശോധിച്ചപ്പോൾ അതിന്റെ നിലവാരം കുറവായി തോന്നി. अल्लाह ताला इनको जज़ा दे। ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. वहाँ इस तर्जुमे के ऊपर फिर काफी लिखा और सराहा गया इसको। ചില പത്രങ്ങൾ अच्छा कि मौरी ഈ പരിഭാഷയെ സംബന്ധിച്ച് നിരൂപണം നടത്തിയിരുന്നു, പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. कबीला है, छोटा इतना बड़ा ചിലർ ചോദിച്ചു, ഇതൊരു ചെറിയ ഗോത്രമാണ്, അവരുടെ ഭാഷയിലേക്ക് എന്തിനാണ് करना, क्योंकि हर एक को പരിഭാഷപ്പെടുത്തിയത്? कुरान करीम का പറഞ്ഞു, എല്ലാ ഭാഷയിലേക്കും कौम तक पहुंचा പരിഭാഷപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ കടമയാണ്. और अल्लाह के फजल എല്ലാവർക്കും അറബി അറിയില്ല. ने बैत भी की है। വിശുദ്ധ ഖുർആന്റെ
സന്ദേശം എല്ലാ സമുദായങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ ഒരു മൗറി ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. 1-2 പേർ തയ്യാറായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞതും ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ വന്നാൽ കൂടുതൽ ആളുകൾ അഹമ്മദിയത്ത് ചേരുന്നതാണ്, ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. इसके बाद जैसा कि मैंने कहा मस्जिद बैतुल मुकीत नई बनी है, वहाँ അതിനുശേഷം हवाले से ഞാൻ പറഞ്ഞതുപോലെ പുതുതായി നിർമ്മിക്കപ്പെട്ട ബൈത്തുൽ മുഖീത്ത് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട इसके अलावा റിസപ്ഷനും ഉണ്ടായിരുന്നു. नुमाया മൗറി രാജാവും രാജ്ഞിയും അവിടെ എത്തിയിരുന്നു. के प्रिंट और इलेक्ट्रॉनिक അതുകൂടാതെ ധാരാളം വിശിഷ്ട വ്യക്തികളും 107 के करीब അവിടെ ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയയുമായി ബന്ധപ്പെട്ടവരുമുണ്ടായിരുന്നു. जो तासरात दिए, 107 അതിഥികളുണ്ടായിരുന്നു. एक पादरी ने कहा അതിഥികൾ നൽകിയ അഭിപ്രായങ്ങളിൽ तमाम मज़हब ചർച്ചിലെ ഒരു പാതിരി പറഞ്ഞു, दूसरे के साथ चलना चाहिए। फिर कहते हैं कि इमाम जमात ने എല്ലാ മതങ്ങളും യാതൊരു വിദ്വേഷവും കൂടാതെ ഒന്നിച്ചു നീങ്ങേണ്ടതാണ്. बदनाम किया जा रहा है। ഇമാം ജമാഅത്ത് അഹമ്മദിയ പറഞ്ഞത് यहाँ मैंने मस्जिद के हवाले से പത്രങ്ങൾ ഇസ്ലാമിന്റെ പേര് കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. इस्लाम को बदनाम ഇത് തികച്ചും വാസ്തവമാണ്. तासुर है ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ടും മറ്റുമുള്ള തെറ്റിദ്ധാരണകളെ സംബന്ധിച്ചും मुस्लिमों पर इसका, उसके बारे में कहा। അത് മറ്റുള്ളവർ ഉണ്ടാക്കിയുള്ള പ്രഭാവത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. प्रेस में इस्लाम का नाम जो कहा इमाम जमात ने कि बदनाम പറയുന്നു, कर रहा है, ये बिल्कुल दुरुस्त है। जब कभी भी दहशतगर्दी का कोई वाकया होता है, പത്രങ്ങൾ ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കിയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. मुसलमानों को नमाज എവിടെയെങ്കിലും ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ जिसकी മാധ്യമങ്ങൾ समझते हैं എപ്പോഴും മുസ്ലിങ്ങളെ നമസ്കരിക്കുന്നതായി കാണിക്കുന്നു. ताल्लुक है। सच तो ये है कि इस्लाम का തൽഫലമായി दहशतगर्दी से कोई भी ताल्लुक नहीं, और इमाम जमात അമുസ്ലിങ്ങൾ കരുതുന്നത് ഇസ്ലാമിനും ഭീകരവാദത്തിനും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നാണ്. വാസ്തവത്തിൽ ഇസ്ലാമിന് ഭീകരവാദവുമായി യാതൊരു ബന്ധവുമില്ല. ഇമാം ജമാഅത്ത് തന്റെ പ്രഭാഷണത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു. का भी फंक्शन जो था उसको भी, और मस्जिद के ഏതായാലും പത്രമാധ്യമങ്ങൾ മോറി ഭാഷയിലുള്ള പരിപാടിയെയും പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങുകളെയും നല്ല നിലയിൽ പ്രചാരണം നൽകി. एक फंक्शन था उनके ന്യൂസിലാൻഡിൽ തന്നെയുള്ള जो दारुल हुकूमत है शहर, മറ്റൊരു പരിപാടി ഇന്ത്യക്കാരനായ 800 मील के फासले पे, वहाँ पार्लियामेंट में एक मेंबर ऑफ पार्लियामेंट हैं, सिख हैं, वैसे हिंदुस्तान से ताल्लुक उनका। കമൽജീത് സിംഗ് എന്ന സിഖുകാരനായ മെമ്പർ ഓഫ് പാർലമെന്റ് पार्लियामेंट की इमारत में जो उनका ग्रैंड हॉल है, അദ്ദേഹം പാർലമെന്റിൽ സംഘടിപ്പിച്ചിരുന്നു. ये फंक्शन പാർലമെന്റ് മന്ദിരത്തിലുള്ള जिसमें बाद അവരുടെ ഒരു വലിയ ഗ്രാൻഡ് ഹാളിലാണ് പരിപാടി നടന്നത്. हुए और सफारतकारों में इसराइल के भी थे, അതിൽ ഏതാനും പാർലമെന്റ് അംഗങ്ങളും പങ്കെടുത്തിരുന്നു. बरतानिया के भी എംബസിക്കാരും പങ്കെടുത്തിരുന്നു. डिप्टी हाई कमिश्नर അവരിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും എംബസിക്കാരുണ്ടായിരുന്നു. प्रोफेसर थे, ബ്രിട്ടന്റെ और फिर ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറും ഉണ്ടായിരുന്നു. वहाँ भी अमन के हवाले പോലീസ് ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും ഉണ്ടായിരുന്നു. इस पर അവിടെയും സമാധാന സംബന്ധമായി ലോകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതും ജനങ്ങളെ നല്ലപോലെ സ്വാധീനിക്കുകയുണ്ടായി. न्यूजीलैंड का एक जो गैर कमर्शियल रेडियो नेटवर्क, ന്യൂസിലാൻഡിന്റെ उसने अपना जो ഒരു चेक पॉइंट एक प्रोग्राम है, बड़ा अहम प्रोग्राम है, വാണിജ്യേതര റേഡിയോ നെറ്റ്വർക്കിൽ जो उसका ചെക്ക് പോയിന്റ് എന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട്. അതിലെ പ്രൈം ടൈമിൽ നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് വാർത്ത നൽകുകയുണ്ടായി. का कितनी कवरेज हुई मुख्तलिफ मुल्कों की, ये मैं आखिर में जाकर बयान करूंगा। बहरहाल स्विट्जरलैंड के ये दो പത്രങ്ങൾ എത്രത്തോളം പ്രചാരണം നൽകി എന്നത് സംബന്ധിച്ച് पार्लियामेंट का ഞാൻ അവസാനത്തിൽ പറയുന്നതാണ്. ഏതായാലും ന്യൂസിലാൻഡിലെ 2 പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളിയുടെ പരിപാടിയും പാർലമെന്റിൽ നടന്ന പരിപാടിയും. गोया में, इसमें भी 117 मेहमान शामिल हुए, പിന്നീട് ജപ്പാനിലേക്ക് പോയി. जिसमें कम्युनिस्ट അവിടെയും पार्टी कांग्रेसमैन, मेयर, നാഗോയയിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. पार्लियामेंट के मेंबर थे, അതിൽ शिंतोइज्म और बुद्धिज्म 117 അതിഥികൾ പങ്കെടുത്തിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, നഗോയയിലെ സംസ്ഥാന MP, रखने वाले വിവിധ യൂണിവേഴ്സിറ്റികളിലെ 14 പ്രൊഫസർമാർ, ബുദ്ധമതത്തിന്റെ പ്രതിനിധികൾ, വക്കീലുമാർ, വിവിധ സംഘടനകളുമായി ബന്ധമുള്ള അതിഥികളും ഉൾപ്പെടുന്നു. योशियाकी जो कम्युनिस्ट पार्टी के लीडर हैं,
मेंबर सिटी पार्लियामेंट हैं, പശ്ചിമേഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് चार्ज भी हैं। 1000 किलोमीटर का सफर करके वहां आए थे रिसेप्शन में। और അദ്ദേഹം ഒരു ക്യാമ്പിന്റെ ഇൻചാർജുമാണ്. कि 2011 में 1000 കിലോമീറ്റർ യാത്ര ചെയ്താണ് റിസപ്ഷനിൽ എത്തിയിരുന്നത്. इंसानियत के लिए जमात अहमद അദ്ദേഹം പറഞ്ഞു, नाकाबिले फरामोश 2011 ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം हाजिर हुआ हूं। അഹമ്മദിയ ജമാഅത്ത് നൽകിയ സേവനങ്ങൾ तंजीम के सरबराह को जाती ഞങ്ങൾക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഈ ജമാഅത്തിന്റെ പ്രവർത്തകരെയും നേതാവിനെ बात पर चलते हुए आपके नसाए पर अमल करते हुए വ്യക്തിപരമായി കണ്ട് കൃതജ്ഞത അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. താങ്കളുടെ ജമാഅത്തും താങ്കൾ അംഗീകരിക്കുന്നവരും താങ്കളുടെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഉപദേശങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് മനുഷ്യ സഹതാപത്തിൽ ഭരിതരായിക്കൊണ്ട് മനുഷ്യ സേവനത്തിൽ വ്യാപൃതരാണെന്ന് പറയുന്നതിന് വേണ്ടിയും കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നീട് പറയുന്നു, പ്രഭാഷണം ശ്രവിച്ചപ്പോൾ ജമാഅത്ത് അഹമ്മദിയയുടെ ഇമാമിലും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിലും ലോകശാന്തിയുടെ രഹസ്യം മറഞ്ഞുകിടപ്പുന്നുണ്ടെന്നുള്ള ദൃഢവിശ്വാസമുണ്ടായി. യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ इस्लाम से वाबस्ता ലോക സമാധാനം ഇസ്ലാമുമായി करे कि दहशतगर्द ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് जो മറ്റുള്ളവർ भरोसा किए हुए അംഗീകരിക്കുന്നതാണ്. और गलत काम कर रहे हैं उनको भी इस बात की ഭീകരവാദികൾക്കും തങ്ങളുടെ ശക്തിയിൽ അഹങ്കരിക്കുകയും തെറ്റായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നതുമായ നേതാക്കൾക്കും ഇക്കാര്യം അള്ളാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ. तासुरात देते हुए कहने लगे कि मैं ഒരു പ്രശസ്തനായ വക്കീൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, अपने मोहब्बत और तशक्कुर के जज्बात का इजहार ഞാൻ 1951 की सान फ्रांसिस्को ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. साहब की अजीमुश 1951 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കോൺഫറൻസിൽ ചൗധരി ജഫറുല്ല ഖാൻ സാഹിബിന്റെ മഹത്തായ പ്രഭാഷണം और जापान ഇത് സംബന്ധമായി അടിത്തറ പാകിക്കൊണ്ട് പറഞ്ഞത്, दुनिया के അതായത് ജപ്പാനുമായി ബന്ധപ്പെട്ട് मुस्तकबिल में ജപ്പാന്റെ നീതിയും ജപ്പാന്റെ സമാധാനവും सियासत में अहम किरदार अदा करने वाले ലോകത്തിന് വളരെ സുപ്രധാനമാണ്. കാരണം ഭാവിയിൽ ജപ്പാൻ ആഗോള സമാധാനത്തിലും ആഗോള രാഷ്ട്രീയത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ്. फुल्ला खान साहब ने അക്കാലത്ത് ജപ്പാനോട് വർത്തിച്ചിരുന്ന സമീപനത്തെ സംബന്ധിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കോൺഫറൻസിൽ ചൗധരി സഫറുല്ല ഖാൻ സാഹിബ് വെളിപ്പെടുത്തിയിരുന്നു. फील हुआ और इसकी തൽഫലമായി അത് ജനങ്ങളെ സ്വാധീനിക്കുകയും जमात अहमदिया के साथ ഞങ്ങളുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നെന്നും के तल इस तरह ഞങ്ങളെ വിലമതിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല തൽഫലമായി അഹമ്മദിയ ജമാഅത്തിനോട് സുദൃഢമായ ബന്ധം നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് स्कूलों के कोर्स में യാതൊരു വിലയുമില്ല. पहले അദ്ദേഹം അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിരുന്നു. था और वहां से निकाल दिया गया और पहले वजीर खारजा किसी और को बना സ്കൂളുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ മുൻപ് ആദ്യത്തെ വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹത്തിന്റെ പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നീക്കം ചെയ്തുകൊണ്ട് ആദ്യ വിദേശകാര്യ മന്ത്രിയായി മറ്റാരുടെ പേരാണ് और सुनामी ചേർത്തിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് തെറ്റായ ചരിത്രമാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ജപ്പാനിൽ വന്ന ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം അഹമ്മദിയ ജമാഅത്ത് ചെയ്ത സേവനം അവിസ്മരണീയമാകുന്നു. जज्बा इस जमात को सारी ജമാഅത്ത് അംഗങ്ങളുടെ പങ്കും പ്രകൃതവും വസിക്കുന്ന രാജ്യത്തോടുള്ള വികാരവും को हमेशा याद रखना चाहिए। ഈ ജമാഅത്തിനെ മറ്റെല്ലാ ജമാഅത്തിൽ നിന്നും വ്യതിരിക്തമാക്കുന്നു. ഓരോ അഹമ്മദിയും എപ്പോഴും ഓർത്തിരിക്കേണ്ട പൊതുവായ കാര്യങ്ങളാണിത്. खूबसूरत चेहरा देखा है और इस यकीन पर पहुंचे हैं कि अगर दुनिया किसी एक हाथ पर जमा हो सकती है तो वो പറയുന്നു, इंडिया ഇന്ന് ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം ദർശിച്ചു. ലോകം അഥവാ ഒരു കൈയിൽ ഒരുമിച്ച് കൂടുമെങ്കിൽ അത് അഹമ്മദ് ജമാഅത്തിന്റെ കൈയാകുന്നു. അവർക്ക് ഒരു ഇമാമുണ്ട്. इस तरह मुख्तलिफ लोगों के तासुरात हैं। बहरहाल इसका तफसील ഇത്തരത്തിൽ പലരുടെയും അഭിപ്രായങ്ങളുണ്ട്. इसका मुख्तसर ഇതിന്റെ मैंने सिर्फ जिक्र किया है। വിശദ വിവരങ്ങൾ പരാമർശിക്കുക സാധ്യമല്ല. तफसील छप भी जाएगी, कुछ आ भी जाएगी। സംക്ഷിപ്തമായി ഏതാനും ചിലത് മാത്രമാണ് ഞാൻ പരാമർശിച്ചത്. अल फजल में बाकी अखबार വിശദ വിവരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ചിലത് വന്നിട്ടുണ്ടാകും कैलकुलेशन അൽ ഫദിലും മറ്റ് പത്രങ്ങളിലും. दी दौरे की और रिसेप्शन के हवाले से റിസപ്ഷനുകളുടെയും മറ്റ് പരിപാടികളുടെയും या मेरे से जो इंटरव्यू लिए അഭിമുഖത്തിന്റെയും എല്ലാം വാർത്തകളിലൂടെ ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും और नशर हुए പരിചയപ്പെടുത്തിക്കൊണ്ട് വിവിധ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ടിവിയിലും പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. यहाँ റേഡിയോയിലൂടെയും പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. मैगजीन है उनका, മലേഷ്യയിൽ നിന്ന് उसने इंटरव्यू शाया किया। बड़ा मशहूर है मैगजीन ये, 2 പത്രപ്രതിനിധികൾ എത്തിയിരുന്നു. 1 लाख है അവരുടെ ഒരു വാരികയിൽ എന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു. भी इसको किया। വളരെ പ്രസിദ്ധമായ പത്രമാണ്. जावा के അതിന്റെ സർക്കുലേഷൻ
100,000 മേലെയാണ്. കൂടാതെ മറ്റൊരു പത്രത്തിലും പ്രസിദ്ധീകരിച്ചിരുന്നു. इसकी 60,000-70,000 അതിന്റെ സർക്കുലേഷൻ. വെസ്റ്റ് ജാവയിലുള്ള 2 പത്രങ്ങളിലും കൂടാതെ ധാരാളം സർക്കുലേഷനുള്ള മറ്റു പത്രത്തിലും करीब इनकी പ്രസിദ്ധീകരിക്കുകയുണ്ടായി. एक और अखबार है उसकी काफी सर्कुलेशन है, उसने भी शाया किया। ऑस्ट्रेलिया में असल इलेक्ट्रॉनिक और प्रिंट मीडिया ने कवरेज दी है। नेशनल ആസ്ട്രേലിയയിൽ जो है उनका ഇലക്ട്രോണിക് ആൻഡ് പ്രിന്റ് മീഡിയ ധാരാളമുണ്ട്. एबीसी അവരുടെ ദേശീയ TV ABC, നാഷണൽ റേഡിയോ ABC എന്നിവ काफी लंबे मेरे सवालों के जवाब भी लिख दिए उन्होंने। ഇന്റർവ്യൂ എടുക്കുകയും सुना जाता है വാർത്തകൾ നൽകുകയും ചെയ്തു. कहा जाता है, बल्कि रेडियो पैसिफिक जजायर में भी सुना എന്റെ जाता है और പല മറുപടികളും അവർ അതിൽ നൽകുകയും ചെയ്തു. सुनते हैं। മുഴുവൻ രാഷ്ട്രത്തിലും ഈ ടിവിയും റേഡിയോയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പസഫിക് ദ്വീപുകളിൽ റേഡിയോ അധികമായി കേൾക്കപ്പെടുന്നു. 1.5 മുതൽ 2 മില്യൺ ആളുകൾ അത് കേൾക്കുന്നുണ്ട്. मालिक में इसकी नशरियात सुनी जाती हैं, ദേശീയ വാർത്താ ചാനലായ ABC ന്യൂസ് लोग सुनने वाले। ഓസ്ട്രേലിയ കൂടാതെ 46 രാഷ്ട്രങ്ങളിലും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. 10 മില്യണിൽ അധികം ആളുകൾ അത് കാണുന്നവരാണ്. इसके जो चैनल में जिन्होंने इंटरव्यू लिया वो कहने लगे कि ऑस्ट्रेलिया से बाहर भी क्योंकि सुना जाता है। ഇതിലേക്കായി इस इंटरव्यू का बहुत अच्छा ഇന്റർവ്യൂ എടുത്ത വ്യക്തി പറയുന്നു, ആസ്ട്രേലിയക്ക് പുറത്ത് मैं हैरान ഈ ചാനൽ ശ്രവിക്കുന്നവരുണ്ട്. हूं, लोगों ने तवज्जो दी है। നിങ്ങളുടെ ഈ ഇന്റർവ്യൂക്ക് നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. होगी अगर आइंदा भी तुम आओ ലോകത്ത് ഇത്രയധികം ആളുകൾ वक्त लेके ശ്രദ്ധിച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. പിന്നീട് പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ऑस्ट्रेलिया താങ്കൾ വീണ്ടും വരുമ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂവിനായി കൂടുതൽ സമയം തരേണ്ടതാണ്. और गैर मामूली अहमियत के हम ആസ്ട്രേലിയയുടെ ദേശീയ TV ചാനലായ ABCയുടെ इंटरव्यू आया, പ്രസിദ്ധനായ जैसा कि मैंने कहा 46 ममालिक में सुना जाता है। ഒരു പ്രതിനിധിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. कहने वाले हैं ये मशहूर അദ്ദേഹം वहाँ का അത് 46 രാഷ്ട്രങ്ങളിലാണ് ഇത് കേൾക്കപ്പെടുന്നത്. मीडिया में അദ്ദേഹം जो मुख्तलिफ ममालिक के सदस्य വിവിധ രാഷ്ട്ര നേതാക്കന്മാരെയും തലവന്മാരെയും लेते हैं ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. और इनके प्रोग्रामों को बड़ी अहमियत से देखा और सुना जाता है। അദ്ദേഹത്തിന്റെ പരിപാടികളെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. सुना അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ 10 മുതൽ 15 മില്യൺ ആളുകൾ അത് കേൾക്കുകയുണ്ടായി. इसका जो मजमूई जायजा है കൂടാതെ न्यूजीलैंड का जो मीडिया है उसका जायजा ये ന്യൂസിലാൻഡിലെ മാധ്യമങ്ങളിൽ कि टीवी 1 पर दिखाया जाता है मौरी टीवी टी करारे और TV इस प्रोग्राम 1-ൽ മോറി TV जो इस्तिकबाल കാണിക്കുന്നുണ്ട്. कवरेज दी गई അതിൽ दिखाया जाता है प्रोग्राम മോറി ഭാഷയിൽ നൽകപ്പെട്ട സ്വീകരണത്തെ പ്രദർശിപ്പിക്കുകയുണ്ടായി. वाला खबरों और हालात हाजरा का മുഴുവൻ രാജ്യത്തും അത് കാണുകയുണ്ടായി. की रोजाना 6,42,000 के TV 1 രാജ്യത്തെ സുപ്രധാന मस्जिद बैतुल मुकीम സംഭവങ്ങളെ മറ്റും പ്രദർശിപ്പിക്കുന്ന സുപ്രധാന ചാനലാകുന്നു. നിത്യവും 6,42,000 ആളുകൾ കാണുന്ന ചാനലാണിത്. മസ്ജിദ് ബൈത്തുൽ മുഖീത്തിന്റെ റിപ്പോർട്ട് അവർ കാണിച്ചിരുന്നു. മോറി ഭാഷയിലുള്ള പരിപാടികളും കാണിച്ചിരുന്നു. अखबारों ने റേഡിയോയിലുള്ള പ്രോഗ്രാമുകളും കാണിച്ചു. जो खबरें शाया की और പത്രങ്ങൾ പള്ളിയെ സംബന്ധിച്ചുള്ള दौरे വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. संडे स्टार मुल्क का बड़ा अखबार है, इसकी सर्कुलेशन 1,60,000 है, लेकिन 5 लाख से ऊपर इसको पढ़ने സൺഡേ സ്റ്റാർ രാജ്യത്തെ വലിയൊരു പത്രമാണ്. അതിൽ എന്റെ സന്ദർശനത്തിന്റെ വാർത്തകൾ നൽകി. के जरिए 5 ലക്ഷത്തിനുമേൽ ആളുകൾ അത് വായിക്കുന്നവരാണ്. से मनाकू कोरियर है, കൂടാതെ ഇന്റർനെറ്റിലൂടെയും ധാരാളം ആളുകൾ അത് വായിക്കുന്നുണ്ടെന്നാണ് എന്റെ തോന്നൽ. अखबार है മലാക്കോ കോറിയർ എന്ന പത്രം तो 69,000 शाया होता है, लेकिन 1,94,000 इसको पढ़ने वाले हैं। ഓക്ലൻഡിലെ പത്രമാണ്. वो एकातू टाइम्स जो है इसके भी 1,96,000 പേരാണ് അത് വായിക്കുന്നത്. അതുപോലെ 96,000 പേർ വായിക്കുന്ന മറ്റൊരു പത്രവും വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. जो है वेबसाइट स्कूप, इस पे ये मुल्क की मशहूर तरीन वेबसाइट है, 4.5 ലക്ഷത്തിലധികം പേർ വീക്ഷിക്കുന്ന രാജ്യത്തെ उस पर विजिट कर 1 നമ്പർ വെബ്സൈറ്റിലും खबर आई ഓൺലൈൻ ആയിട്ട് വാർത്തകൾ വന്നിരുന്നു. हवाले से इफ्ताह के हवाले से थी खबर। പള്ളി ഉദ്ഘാടനം സംബന്ധിച്ചുള്ള जापान का प्रिंट मीडिया വാർത്തയായിരുന്നു അതിൽ വന്നിരുന്നത്. असाई अखबार है, बड़ा एक इसकी सर्कुलेशन പിന്നീട് ജപ്പാനിലെ जायद है പത്രമാധ്യമങ്ങളിൽ और उसने फिर അസായി എന്ന വലിയൊരു പത്രമുണ്ട്. हवाले से तस्वीर 2 കോടിയിലധികമാണ് അതിന്റെ സർക്കുലേഷൻ.
അതിൽ എന്റെ സന്ദർശന സംബന്ധമായ ചിത്രങ്ങളും വാർത്തകളും നൽകിയിരുന്നു. इस्लाम के एक फिरका अहमदियत के लीडर मरकज से आए हैं അതിലെഴുതിയിരുന്നത് ഇസ്ലാമിന്റെ ഒരു വിഭാഗമായ അഹമ്മദിയത്തിന്റെ നേതാവ് കേന്ദ്രത്തിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നു. ആദ്യത്തെ പള്ളിയെ സംബന്ധിച്ച് किया जो पहले एक स्पोर्ट्स कॉम्प्लेक्स था और फिर വിളംബരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. जमात ने कहा कि അത് ആദ്യം എക്സ്പോർട്സ് കോംപ്ലക്സ് ആയിരുന്നു. शख्स इस मस्जिद में आ सकता है. बहरहाल എഴുതുന്നു, ഇമാം ജമാഅത്ത് പറയുന്നു, മത സാമൂഹ്യ വ്യതിരിക്തതയിൽ നിന്നും അകന്നുകൊണ്ട് എല്ലാവർക്കും ഈ പള്ളിയിൽ വരാവുന്നതാണ്. होती रही उसमें इस्लाम की ഏതായാലും സംക്ഷിപ്തമായി तो बयान होती है റിസപ്ഷനുകളിലും ഇന്റർവ്യൂകളിലും की बेसिस का मकसद बयान भी ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ പരാമർശ വിധേയമായിരുന്നു. ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശം പരാമർശ വിധേയമായി. ഇസ്ലാമിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും പറയപ്പെട്ടു. करती है. मुसलमान ममालिक में बदअमनी और उसके हल के बारे में बातें हुई. എങ്ങനെയാണ് അഹമ്മദിയ ജമാഅത്ത് തബ്ലീഗ് ചെയ്യുന്നത്, किया जा सकता മുസ്ലിം രാഷ്ട്രങ്ങളിലെ അശാന്തിയും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. का क्या मुकाम യഥാർത്ഥ ശാന്തിയും സമാധാനവും ലോകത്തെങ്ങനെ സ്ഥാപിക്കാം എന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുകയുണ്ടായി. का रिश्ता क्या है. ഹദ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനം എന്താണ് എന്നതിനെ സംബന്ധിച്ചും പറയപ്പെട്ടു. बस ഖിലാഫത്തും ജമാഅത്തുമായുള്ള ബന്ധം എന്താണെന്നതിനെ സംബന്ധിച്ചും പറയപ്പെട്ടു. അങ്ങനെ ജമാഅത്തിനെ സംബന്ധിച്ച് हुआ और अगर വളരെ വിശാലമായ പരിചയം चैनल വിവിധ പരിപാടികളിലൂടെ टीवी ഉണ്ടായി. और रेडियो और अखबारों को अगर അഥവാ മുഴുവൻ പത്രങ്ങളെയും ടി വി ചാനലുകളെയും റേഡിയോ സ്റ്റേഷനുകളെയും पढ़ने वाले उनके अपने ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ तो ये इस रीजन में तकरीबन അത് ശ്രവിച്ചവരുടെയും ദർശിച്ചവരുടെയും വായിച്ചവരുടെയും മൊത്തം എണ്ണം ഏകദേശം 3.5 കോടിയാണ്. बस अल्लाह ताला हर इलाके में 3.5 കോടി ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കുകയുണ്ടായി. खूबसूरत അള്ളാഹു तारुफ करवा रहा है. എല്ലാ പ്രദേശങ്ങളിലും तो इस्लाम ഇസ്ലാമിന്റെ के बारे में जो दुनिया സുന്ദര അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. इस्लाम की हकीकी और ഹദ്രത്ത് മസീഹി മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് इस्लाम का ये जो इरशाद ജനങ്ങൾക്ക് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. इसके मुताबिक ഇസ്ലാമിന്റെ യഥാർത്ഥവും സുന്ദരവുമായ അധ്യാപനങ്ങൾ പ്രചരിക്കുകയാണ്. ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു നിർദ്ദേശത്തിനനുസരിച്ചാണിത്. അതായത് ഈ കാലഘട്ടം സൽമാർഗ പ്രചരണ പൂർത്തീകരണത്തിന്റെ കാലഘട്ടമാണ്. നമ്മുടെ പ്രയത്നങ്ങൾക്കതീതമായി है इस बात മാധ്യമങ്ങൾ നൽകുന്ന പ്രചാരം ഇതിനുള്ള അള്ളാഹുവിന്റെ പ്രവർത്തന സാക്ഷ്യമാണ്. कि इतने वसी तौर पर ना सिर्फ इन 4 ममालिक में ഇത്ര വിപുലമായ നിലയിൽ बाकी ഇന്ന് 4 രാഷ്ട്രങ്ങളിൽ മാത്രമല്ല जिसमें അതിലൂടെ शामिल है മറ്റ് क्योंकि वहां से मुझे 46 രാഷ്ട്രങ്ങളിലും അഹമ്മദിയത്തിനെ കുറിച്ചുള്ള പ്രചരണം എത്തിച്ചത് നമ്മുടെ കഴിവുകൾക്കതീതമാണ്. 46 ममालिक में പാകിസ്ഥാനും ഇതിൽ ഉൾപ്പെടുന്നു. तारुफ पहुंचा और पैगाम കാരണം ഇന്റർവ്യൂസ് പ്രക്ഷേപണം ചെയ്തതിനെ സംബന്ധിച്ച് എനിക്കവിടെ നിന്നും बात जो है हज़रत मसीह റിപ്പോർട്ട് ലഭിച്ചിരുന്നു. के सबूत के लिए काफी है. ബുദ്ധിയുള്ളവർക്ക് इस्लाम फरमा ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത്തിന് बहुक्म ഒരേ ഒരു സാക്ഷ്യം ഇത് മതിയാവുന്നതാണ്. हादिस ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, मुज़ायका ഈ വിനീതൻ വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന കൽപ്പനയനുസരിച്ച് फजलो करम കാരുണ്യവാനായ അള്ളാഹു കേവലം അവന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളിലും ഈ വിനീതന് कारा को खाली അധികമായി പങ്ക് നൽകുകയുണ്ടായി എന്ന് വെളിപ്പെടുത്തുന്നതിൽ അല്പം പോലും किया. സങ്കോചിക്കുന്നില്ല. तमाम निशान दिए ഈ അനർഹന് വെറും കൈയോടെ ഒരിക്കലും തിരിച്ചയച്ചിട്ടില്ല, അടയാളങ്ങളില്ലാതെ നിയോഗിച്ചിട്ടുമില്ല. മറിച്ച് എല്ലാ അടയാളങ്ങളും നൽകി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അള്ളാഹു വളരെ വ്യക്തമായ നിലയിൽ ന്യായ പൂർത്തീകരണം നടത്തുന്നില്ലയോ അതുവരെ ഈ അടയാളങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമുക്കേവർക്കും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കാനും നിറവേറ്റാനുമുള്ള തൗഫീക്ക് നൽകട്ടെ. मैं बढ़ाऊंगा नमाजों के बाद जिसमें पहला जना ചില ദുഃഖകരമായ വാർത്തകളുമുണ്ട്. നമസ്കാരത്തിന് ശേഷം 3 ജനാസ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. बशीर अहमद साहब क्यानी का है ഇതിൽ ആദ്യത്തെ ജനാസ जो നമ്മുടെ गफूर साहब क्यानी ഷഹീദായ സഹോദരൻ ബഷീർ അഹമ്മദ് സാബ് ക്യാനവിയുടേതാണ്. इनकी शहादत हुई है 1 नवंबर അദ്ദേഹം അബ്ദുൽ ഗഫൂർ സാബ് ക്യാനവിയുടെ മകനായിരുന്നു. വറങ്കി ടൗൺ കറാച്ചിയിൽ നവംബർ 1-നാണ് ഷഹാദത്ത് സംഭവിച്ചത്. അദ്ദേഹം को कुरैशी साहब के 11 साल बेटे के साथ തന്റെ അയൽവാസിയുടെ करीब घर से 11 വയസ്സുള്ള औरंगी टाउन मस्जिद की മുഹമ്മദ് അക്രം ഖുറൈഷി സാബിന്റെ 11 വയസ്സുള്ള മകനോടൊത്ത് ജുമാക്കായി പോവുകയായിരുന്നു. ഒരു മണിയോടെ അടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വറങ്കി ടൗൺ മസ്ജിദ് ബൈത്തുൽ करीब ഹഫീസിലേക്കായിരുന്നു പോയത്. तो पीछे से നടന്നു പോവുകയായിരുന്നു. नाम
2 കിലോമീറ്റർ ദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട്. फायरिंग कर दी, പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ भी हो गए। പിന്നിൽ നിന്ന് ഒരു ബൈക്കിൽ 2 അജ്ഞാത അക്രമികൾ വന്ന് അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കാൻ തുടങ്ങി. बच्चे की टांग ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന്റെ നെറ്റിയിലും നെഞ്ചത്തും ഓരോ വെടിയുണ്ടയേറ്റിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ കാലിലും വെടിയേറ്റ് മറുഭാഗത്തൂടെ പുറത്തു വന്നിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ എത്തിയതിനു ശേഷം ബഷീർ കാനവി സാഹിബ് ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. वहाँ बाजार में खड़े 2 गैर जमात അക്രമികളുടെ വെടിവെപ്പിൽ കൂടെയുണ്ടായിരുന്ന മുഹമ്മദ് അഹമ്മദ് വാജിദിനെ കൂടാതെ बच्चा है, അവിടെ ബസാറിലുണ്ടായ വേറെ 2 അനഹമ്മദികൾക്കും വെടിയേറ്റിരുന്നു. बेहतर हालत है। अल्लाह ताला മുഹമ്മദ് അഹമ്മദിനെ आज अता फरमाए। അതായത് ആ കുട്ടിയെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നല്ല ഭേദമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. और इनके बेटे ഷഹീദ് ബഷീർ അഹമ്മദ് സാഹിബിന്റെ മൂത്ത മരുമകൻ സഹൂർ അഹമ്മദ് ക്യാനി സാഹിബിനെ ഓഗസ്റ്റ് 21 ഷഹീദാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ എജാസ് അഹമ്മദ് ക്യാനി സാഹിബിനെ സെപ്റ്റംബർ 18 ഇതേ റംഗി ടൌണിൽ വെച്ച് അഹമ്മദിയത്തിന്റെ ശത്രുക്കൾ ഷഹീദാക്കിയിരുന്നു. ഈ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ 2 പിതൃ സഹോദരന്മാരായ യൂസുഫ് ക്യാനി സാഹിബ്, സയ്യിദ് ക്യാനി സാഹിബ് എന്നിവരിലൂടെയായിരുന്നു. 1936 ബൈഅത്ത് ചെയ്ത് അവർ ജമാഅത്തിൽ പ്രവേശിച്ചു. വളരെയധികം പഠിച്ചതിനു ശേഷം की तालीम के बाद ബഷീർ അഹമ്മദ് ക്യാനി സാഹിബ് मैं और सिपाही भर्ती हो गए മെട്രിക്കുലേഷന് ശേഷം പട്ടാളത്തിൽ ചേരുകയുണ്ടായി. और यहीं से अब रिटायर हुए। मरहूम की 1979 അദ്ദേഹത്തിന് കറാച്ചിയിലേക്ക് മാറ്റം ലഭിച്ചു. बड़े खुश അവിടെ തന്നെ വെച്ച് വിരമിക്കുകയും ചെയ്തു. थे और जज्बाती तबीयत के मालिक 68 വയസ്സായിരുന്നു പ്രായം. अल्लाह के इंतहाई शुक्र। നല്ല ശുദ്ധ പ്രകൃതവും जब कहीं വികാരഭരിതനുമായിരുന്നു. मिलता തബ്ലീഗിൽ വളരെ करते താൽപര്യമുള്ള വ്യക്തിയായിരുന്നു. और बहादुर शख्स അവസരം കിട്ടുമ്പോഴെല്ലാം സുഹൃത്തുക്കൾക്ക് गिरे दामाद और बेटी की शादी തബ്ലീഗ് ചെയ്യുമായിരുന്നു. നല്ല ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. किया करते थे। ഒന്നിനു പുറകെ മറ്റൊന്നായി മരുമകന്റെയും മകന്റെയും ഷഹാദത്തിൽ അദ്ദേഹം ഭയചകിതനായില്ല. മറിച്ച് മകന് ധൈര്യം നൽകുമായിരുന്നു. और जाना ഷഹാദത്ത് ദിവസം അദ്ദേഹം തന്റെ മകനായ ഇജാസ് ഖാനി സാഹിബിനോട് നാം സ്വയം നമ്മെ സംരക്ഷിക്കണം, ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. कायद इलाका लिखते हैं कि एजाज कियानी साहब की शहादत जो उनकी बेटी की शहादत के बाद जब वो शहीद के खानदान के जुमला अफराद को छोड़ने के लिए एयरपोर्ट गए, ഇലാക്ക കായിദ് സാബ് പറയുന്നു, कियानी साहब എജാസ് ഖാനി സാഹിബിന്റെ ഷഹാദത്തിന് ശേഷം മുഴുവൻ കുടുംബത്തെയും വിടുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ शहीद ने कहा എജാസ് ഖാനി സാഹിബിന്റെ മാതാവിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് अभी से बैठ ഇരിക്കുവാനായി കസേര കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ ബഷീർ ഖാനി സാഹിബ് പറഞ്ഞു, ഷഹീദ് പറഞ്ഞു, ഇപ്പോൾ എന്റെ ഒരു മകനെ ഷഹീദായിട്ടുള്ളൂ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇരിക്കണമെന്നാണോ वहां लिखा गया താങ്കൾ ആഗ്രഹിക്കുന്നത്? വികാരമുള്ള വ്യക്തിയായിരുന്നു. പട്ടാളത്തിലുള്ള സമയത്ത് സൗദി അറേബ്യയിൽ നിയമിതനായപ്പോൾ ये शर्त പാസ്പോർട്ടിൽ അഹമ്മദിയത്തിനെ കുറിച്ച് രേഖപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, फातिमा बशीर कियानी साहिबा के अलावा 2 बेटे एजाज कियानी ഇത് സാധ്യമല്ല, എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ നിബന്ധന എനിക്ക് സ്വീകാര്യമല്ല. ഷഹീദ് മർഹൂമിന്റെ സംതപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യ ഫാത്തിമ ബഷീർ ഖാനി സാഹിബയും കൂടാതെ 2 ആൺമക്കളും ഇജാസ് ഖാനി, ഷാബാസ് ഖാനി എന്നിവരും 5 പെൺമക്കളുമുണ്ട്. താഹിറ സഹൂർ ഖാനി ഷഹീദിന്റെ വിധവയാണ്. നായിദ തൊയ്യബ്, ഷാഹിദ ബഷീർ, സയ്യിദ ബഷീർ എന്നിവരാണ്. मरहूम के दर्जात बुलंद फरमाए। शहीद അള്ളാഹു और इन सबको सब जमील अता फरमाए। മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. कियानी साहब के बारे में ഷഹീദിന്റെ മറ്റുള്ളവർക്ക് ഉത്തമമായ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. कि कराची में ബഷീർ ഖാനി സാഹിബിനെ സംബന്ധിച്ച് आपको कहा कि कराची छोड़ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട വ്യക്തി എഴുതുന്നു, बैठे हुए थे, കറാച്ചിയിൽ അദ്ദേഹത്തിന്റെ 2 പ്രിയപ്പെട്ടവരെ ഷഹീദാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ കറാച്ചി ഉപേക്ഷിക്കുന്നില്ല? ദുഃഖിതനായിരിക്കായിരുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇതെങ്ങനെ സാധ്യമാകും? कराची छोड़ दें। ये कुर्बानियां നമുക്ക് को बुलंद करने वाली हैं। അഹമ്മദിയത്തിനെ ഭൂമിയുടെ അറ്റങ്ങളോളം എത്തിക്കേണ്ടതുണ്ട്. നീ കറാച്ചി ഉപേക്ഷിക്കാൻ പറയുകയാണോ? ത്യാഗങ്ങൾ നമ്മുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ശത്രുക്കൾക്ക് നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹു ശത്രുക്കളെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നുള്ള സംവിധാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഇവിടെയുള്ള ചിലർ നമസ്കരിച്ചിട്ടുണ്ടാകും. ഇവിടുത്തെ വാസിയായ നമ്മുടെ സഹോദരൻ ഭായി മിയാൻ അബ്ദുസമി ഉമർ സാഹിബിന്റേതാണ്. कुछ अरसे बाद वफात हो गई। 69 साल इनकी उम्र थी। അദ്ദേഹം ഹൃദയ രോഗിയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തെങ്കിലും വിജയിച്ചില്ല. കുറച്ചു കാലശേഷം വഫാത്തായി. बल्कि 69 വയസ്സായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. बनवासे थे। അദ്ദേഹം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഒന്നാമന്റെ ചെറുമകനായിരുന്നു. മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിന്റെ മകളുടെ പുത്രനുമായിരുന്നു. മജ്ലിസ് അൻസാറുള്ള UK കാർക്കറിയാം, मेहनत से काम करते रहे। ഇവിടെ
കായിക താലീമും തർബീയത്തുമായി സേവനമനുഷ്ഠിച്ചിരുന്നു. വളരെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി സേവനമനുഷ്ഠിച്ചിരുന്നു. ദുആ ചെയ്യുന്ന വ്യക്തിയും അനുകമ്പയും വാത്സല്യവുമുള്ള വ്യക്തിയുമായിരുന്നു. ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന വ്യക്തിയായിരുന്നു. തെറ്റുകളെ അവഗണിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നോട് സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയും ബന്ധമായിരുന്നു. എന്തു ജോലിയുണ്ടെങ്കിലും അറിയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം വളരെ മനോഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ മുനീർ അഹമ്മദ് സാഹിബ് 28 മെയ് 2010 ഷഹീദായിരുന്നു. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യയും മകളും 2 പെൺമക്കളുമാണുള്ളത്. അള്ളാഹു ഇവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ജാമ്യ വിദ്യാർത്ഥിയായ മുസമ്മിൽ ഇലിയ സാഹിബിന്റേതാകുന്നു. ഹാഫിസ് സാഹിബ് ജില്ലയിലെ ഛട്ടവാസിയായിരുന്നു. സെപ്റ്റംബർ 9 സുബൈക്ക് ശേഷം ജാമ്യയിൽ വെച്ച് പെട്ടെന്ന് വഫാത്താകുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 17 വയസ്സായിരുന്നു. ജാമ്യയിലെ ദർജ മുമായിദിലെ വിദ്യാർത്ഥിയായിരുന്നു. വളരെ ആവേശത്തോടുകൂടി ജാമ്യയിൽ പ്രവേശിച്ചതായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഇച്ഛയാണ് നടന്നത്. സൂപ്രണ്ട് ഹോസ്റ്റൽ പറയുന്നു, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത ഉള്ളവനും കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളെ വളരെ താൽപര്യത്തോടെ വായിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഖുത്ബകൾ വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ശ്രവിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാമഹൻ പറയുന്നു, ഒരിക്കലും തഹജ്ജുദ് ഉപേക്ഷിച്ചിരുന്നില്ല. കേന്ദ്രത്തിന്റെ സുരക്ഷാ ഡ്യൂട്ടിയിൽ പലപ്പോഴും ഷഹാദത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും വളരെ സഹനം കാണിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തരാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടിയുടെ ത്യാഗത്തെ ഇത്ര വേഗത്തിൽ സ്വീകരിച്ചതിൽ നന്ദിയുള്ളവരാണെന്നും പറഞ്ഞു. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് സഹനം നൽകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر